നമ്മുടെ ആന്തരികമായ മാനസികമായ ചിന്താഗതികളിലുണ്ടാകുന്ന മാറ്റങ്ങളും ആ ചിന്തകളിലൂടെ നാം ഉണ്ടാക്കുന്ന കരുത്തും ശക്തിയും, അതാണ് നമ്മുടെ ഏറ്റവും വലിയ വിജയം. ദൗർബല്യങ്ങൾക്കെതിരെ, വിഷമങ്ങൾക്കെതിരേക്കുള്ള നമുക്ക് അതിവർത്തിക്കാനുള്ള, മറികടക്കാനുള്ള ആ ഊർജത്തിന്റെ, ആർജവത്തിന്റെ കഴിവാണ് ഇവിടുത്തെ വിജയം. അപ്പൊ അതിന് നമുക്ക് പ്രാപ്തരാവണമെങ്കിൽ നമുക്ക് കുട്ടിക്കാലത്ത് തന്നെ ആരെങ്കിലും അത്തരത്തിലുള്ള ഗൈഡൻസ് തരേണ്ടതുണ്ട്. അപ്പൊ അതുകൊണ്ട് എനിക്ക് കുട്ടികളോട് പറയാനുള്ളത്, നിങ്ങളുടെ അച്ഛനമ്മമാരോടൊക്കെ ഗീത വായിക്കാൻ പറയണം, ഗീത പഠിക്കാൻ പറയണം. എങ്കിലേ നിങ്ങളെ അവർക്ക് നല്ല രീതിയിൽ വളർത്തിയെടുക്കാൻ പറ്റും. കോളേജിൽ പഠിക്കുന്ന കുട്ടികളോടൊക്കെ എനിക്ക് പറയാനുള്ളത്, നിങ്ങളുടെ ഇപ്പോഴത്തെ വ്യക്തിത്വം എന്ന് പറയുന്നത് നിങ്ങളുടെ മാനസികാവസ്ഥയാണെന്ന് നിങ്ങൾ തിരിച്ചറിയണം. മനുഷ്യന് പരിവർത്തനം വരുത്താൻ സാധിക്കുന്ന ഒരേ ഒരു ഭാഗം മനുഷ്യന്റെ മനസ്സാണ്. ശരീരത്തിന് നമുക്ക് വണ്ണം കുറയ്ക്കാം, കൂട്ടാം, കുറച്ചൊക്കെ നീളം കൂട്ടാമായിരിക്കാം കുറെ എക്സസൈസ് ചെയ്താൽ. പക്ഷെ എന്നാലും നിങ്ങൾക്ക് നിങ്ങളുടെ ശരീരത്തിന്റെ മൊത്തം പ്രകൃതം മാറ്റാൻ പറ്റില്ല. നിങ്ങൾ ഇനി വെളുപ്പിക്കാൻ വേണ്ടിയിട്ട് എത്ര പെയിന്റ് വാരി തേച്ചാലും, ക്രീമുകൾ വാരി തേച്ചാലും വെളുക്കാൻ തേച്ചത് പാണ്ടാവും എന്ന് പറയുന്ന പോലെ അത്രയൊക്കെ അതിനെ കൊണ്ട് സാധിക്കുള്ളൂ. കാരണം നമുക്കിന്ന് കാണാൻ മുടിയിലും അതുപോലെ തന്നെ കണ്ണുകളിലും പുരികത്തിലും ഒക്കെ കാണിക്കുന്ന ഓരോരോ അഭ്യാസങ്ങൾ അതൊക്കെ ചെയ്തോളൂ. പക്ഷെ മനസ്സിനെ നമ്മൾ അവഗണിച്ചുകൊണ്ട്, മനസ്സിനെ വിട്ടുകൊണ്ട് നമ്മൾ എന്ത് പരിവർത്തനം നടത്തിയാലും കാലം അതിലൊക്കെ ഇന്റർഫിയർ ചെയ്യും. നമ്മുടെ പ്രായത്തെ നിയന്ത്രിക്കാൻ നിങ്ങൾക്ക് സാധിക്കും. എത്രയൊക്കെ നിങ്ങൾ മേക്കപ്പ് ചെയ്താൽ ഒരു 60-70 വയസ്സാകുമ്പോഴും അതിൻ്റെതായിട്ടുള്ള ക്ഷീണങ്ങളും അതിൻ്റെതായിട്ടുള്ള ജരാനരകളും നിങ്ങളുടെ ശരീരത്തിൽ കാണും. ഉള്ളിലുള്ള മാംസ പേശികളെ നിങ്ങൾക്ക് ആരോഗ്യത്തോടുകൂടി എന്ന് നിലനിർത്താൻ പറ്റില്ല. മസിലിന്റെ ശക്തി നിങ്ങൾക്ക് നിലനിർത്താൻ പറ്റില്ല. എത്ര വലിയ കഴിവുള്ള സ്പോർട്സ്മാൻ ആയാലും ഒരു 70-75 വയസ്സാകുമ്പോഴേക്കും മസിലുകളൊക്കെ തൂങ്ങാൻ തുടങ്ങും. അപ്പൊ അതുകൊണ്ട് മനസ്സിനെ കരുത്തുള്ളതാക്കാൻ, അതിനാണ് ഭഗവത്ഗീത നമ്മളെ അനുഗ്രഹിക്കുന്നെങ്കിൽ ഭഗവത്ഗീത ശരിക്കും ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ മാനസിക വ്യക്തിത്വത്തെ നമുക്ക് മാറ്റിയെടുക്കാൻ സാധിക്കണം. ഇപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കണ്ടു, അതായത് ഓരോ വ്യക്തിയും എന്തുകൊണ്ട് ജീവിതത്തിൽ പുരോഗതി പ്രാപിക്കുന്നില്ല. അപ്പൊ അതിന് നമ്മൾ ഉത്തരം മനസ്സിലാക്കിയിരിക്കുന്നത്, മാനസികമായി ചിലരൊക്കെ വളരെ എന്താ പറയാ ലതാർജിക്കാണ്, അല്ലെങ്കിൽ വളരെ ആലസ്യത്തിലാണ്. ഈ ആലസ്യം ബാധിച്ചിരിക്കുന്ന ഒരു മനസ്സിന് വിജയിക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമല്ല. അതിന് ചില കമ്മിറ്റ്മെന്റുകൾ വേണം. എനിക്ക് കോളേജിൽ പഠിക്കുന്ന കുട്ടികളോട് പറയാനുള്ളത്, നിങ്ങൾക്കൊരു കൃത്യനിഷ്ഠ നിങ്ങൾ പരിശീലിച്ചു നോക്കും. അതായത് കൃത്യനിഷ്ഠമായി രാവിലെ ഒരു 6 മണിക്കോ 5:30 എണീറ്റ് കുറച്ചു നേരം നടക്കുക, അമ്പലത്തിൽ പോയി 10-15 പ്രാവശ്യം പ്രദക്ഷിണം വെക്കുക, അത് ശീലിക്കുക. അപ്പൊ എന്താന്ന് വെച്ചാൽ നമ്മുടെ ശരീരത്തിൽ ബ്ലഡ് സർക്കുലേഷൻ കൂടുമ്പോൾ, നമ്മുടെ ബ്രെയിനിലേക്കുള്ള ബ്ലഡ് സർക്കുലേഷൻ കൂടുന്ന സമയത്ത് തലയിലുള്ള നമ്മുടെ ആലസ്യം എന്ന് പറയുന്ന, ലതാർജി എന്ന് പറയുന്ന വലിയൊരു ശത്രു, നമ്മുടെ ഒരു ജീവിതത്തിന്റെ പുരോഗതി തടസ്സപ്പെടുത്തുന്ന ഒരു ശത്രു നമ്മളിൽ നിന്നും ക്രമേണ മാറാൻ തുടങ്ങും. അപ്പൊ അതാണ് ഇന്ന് രോഗങ്ങൾക്കുള്ള ഏറ്റവും നല്ല ചികിത്സ എന്ന് പറയുന്നത് മോർണിംഗ് വാക്കാണെന്നൊക്കെ പറയുന്നതിന് കാരണം, ഈ ലതാർജിക് മൈൻഡ് എപ്പോഴും ഡള്ളാണ്. ഡള്ളായിരുന്ന മൈൻഡിൽ എപ്പോഴും ഒരു മൂഡ് ഓഫ് ആണ്. മൂഡ് ഓഫ് ആയിരിക്കുന്ന വ്യക്തികൾക്ക് എന്നും ആരോഗ്യ പ്രശ്നങ്ങളാണ്. അപ്പൊ അതുകൊണ്ട് ആക്റ്റീവായിരിക്കുന്ന ഒരു വ്യക്തികൾക്ക് മാത്രമേ ശരീരത്തിന് പോലും പ്രതിരോധം ഉണ്ടാവുകയുള്ളൂ. ഗീതയിൽ നമ്മൾ 3-ാം അധ്യായത്തിൽ കണ്ടു കൃഷ്ണൻ പറയുന്നത്, നഹിക്കശിക്ഷണം അബീജാതു തിഷ്ടത്യകർമ്മകൃത് കാര്യദേഹി അവശകർമ്മ സർവ പ്രകൃതി ജയർഗുണേ. ഹേ അർജുന, ഒരിക്കലും നീ ആലസ്യത്തിന് വിധേയനായി ജീവിക്കരുത്. കാരണം ആലസ്യം അവശനാക്കും, രോഗിയാക്കും, നാളെ നിന്നെ തളർത്തിക്കളയും. അപ്പൊ അതുകൊണ്ട് ഒരു കൃത്യനിഷ്ഠ ചെറുപ്പക്കാരെ സംബന്ധിച്ച് അച്ഛനും അമ്മയും അധ്യാപകരും പറഞ്ഞു തരുന്നില്ല. നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഈ കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങളുടെ ജീവിതത്തെ പരിവർത്തനം വരുത്താം. അപ്പൊ ജീവിതത്തിൽ വിജയിക്കണം, ഉയരണം, ഉന്നതരാവണം എങ്കിൽ അതിന് വേണ്ടുന്നത് ഏറ്റവും നല്ല കരുത്തുള്ള, ഏകാഗ്രതയുള്ള, ശക്തിയുള്ള ഒരു മനസ്സാണ്. ഈ മനസ്സ് നമ്മൾ രൂപപ്പെടുത്തിയാൽ മാത്രമേ, പരിശീലിപ്പിച്ചെടുത്തിയാൽ മാത്രമേ, പരിവർത്തനപ്പെടുത്തിയെടുത്താൽ മാത്രമേ ആ രീതിയിലാവുകയുള്ളൂ. ശരീരത്തിന്റെ മറ്റവയവങ്ങളൊക്കെ നിങ്ങൾ കഴിക്കുന്ന ആഹാരത്തിനനുസരിച്ച് വികസിച്ചു വന്നോളൂ. പക്ഷെ മനസ്സ് നിങ്ങളുടെ പ്രയത്നത്തിൽ വികസിക്കുന്നതാണ്. മനസ്സിനെ അല്ലാതെ വികസിപ്പിക്കാൻ സാധ്യമല്ല. അപ്പൊ അതുകൊണ്ട് മനസ്സിന് ചില കൃത്യനിഷ്ഠകളും പരിശീലനങ്ങളും ആവശ്യമുണ്ട്. അപ്പൊ രാവിലെ തന്നെ നിങ്ങൾ കൃത്യമായി എണീറ്റ് കുറച്ചു നേരം നടക്കാനിറങ്ങി, അല്ലെങ്കിൽ അമ്പലത്തിൽ പോയി ചുറ്റും പ്രദക്ഷിണം വെക്കുക. നമ്മുടെ അമ്പലങ്ങളൊക്കെ ആണെങ്കിൽ വലിയ ഏരിയ ഉള്ളതുകൊണ്ട് പ്രദക്ഷിണമൊക്കെ വെക്കാം നമുക്ക്. അങ്ങനെയൊക്കെ പ്രദക്ഷിണം വെച്ച് നമ്മൾ ശീലങ്ങൾ ഉണ്ടാക്കി വെക്കുമ്പോൾ ഈ താമസികമായ ഗുണത്തെ നമുക്ക് ക്രമേണ ഇല്ലാതാക്കാൻ പറ്റും. നിങ്ങൾക്ക് വേണമെങ്കിൽ പരിശീലിച്ചു നോക്കൂ. നിങ്ങൾ
ഇത് ഐൻസ്റ്റീൻ പറയുന്ന കാര്യം ഞാൻ നിങ്ങളോട് പറയുന്നത്. ഐൻസ്റ്റീൻ പറഞ്ഞു യു കാൻ ഡിസ്ട്രോയ് എനർജി. തമോ ഗുണം എന്ന് പറയുന്ന, ലെഥാർജി എന്ന് പറയുന്ന, ആലസ്യം എന്ന് പറയുന്ന ഒരു ഡൾ എനർജിയാണ്. ആൻഡ് ഹൗ ക്യാൻ യു ട്രാൻസ്ഫോം ദ എനർജി? വിത്ത് വൺ ഫോം ഓഫ് എനർജി യു ക്യാൻ ചേഞ്ച്. ഒരു ഫോം ഓഫ് എനർജി കൊണ്ട് നിങ്ങൾക്ക് ഒരു വേറെ ഫോം ഓഫ് എനർജിയിലേക്ക് നിങ്ങളുടെ മൈൻഡിനെ മാറ്റാം. സോ വെൻ യു ഡെവലപ്പ് ആക്ടിവിറ്റി, ദ ഡൾനെസ് ഗ്രാജുവലി ഇവൻച്വലി മൂവ് ഇൻ ടു ക്രിയേറ്റീവ്. അപ്പൊ നമ്മൾ ആക്ഷൻ കൊണ്ട് ഇൻആക്ടിവിറ്റിയെ നമുക്ക് മാറ്റിയെടുക്കാം. അപ്പൊ ആക്ഷൻ, പ്രവൃത്തി കൊണ്ട് മാത്രമേ നമ്മളിലെ ആലസ്യത്തെ നമുക്ക് മാറ്റിയെടുക്കാൻ സാധിക്കുള്ളൂ. ഇത് ഐൻസ്റ്റീൻ പറഞ്ഞത് തന്നെയാണ്. കൃഷ്ണൻ 5000 വർഷം മുമ്പ് അതാണ് പറഞ്ഞത്. നിങ്ങൾ വിചാരിക്കരുത് താനെ നിങ്ങളുടെ വ്യക്തിത്വം മാറുന്നുള്ളത്. വ്യക്തിത്വത്തെ അങ്ങനെ താനെ മാറ്റാൻ പറ്റില്ല. രാവിലെ 8 മണി വരെ കടന്നുറങ്ങിയിട്ട് നിങ്ങൾ എന്ത് വ്യക്തിത്വം രൂപപ്പെടുത്തുന്നതിനെ കുറിച്ചാണ് ക്ലാസ്സിൽ കേട്ട് അത് മനസ്സിലാക്കിയിട്ട് ജീവിക്കാൻ പോകുന്നത്. ഇന്ന് പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് ക്ലാസ്സിൽ പോകുന്നവർക്ക് സ്വന്തം ജീവിതത്തിൽ ഒരു പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്യാൻ പറ്റിയിട്ടില്ല എങ്കിൽ ആ ക്ലാസ്സുകൾ കേട്ടിരുന്നത് കൊണ്ട് നമുക്ക് എന്ത് കാര്യം? അപ്പൊ അതുകൊണ്ട് കൃത്യനിഷ്ഠ നമ്മുടെ ജീവിതത്തിൽ അനിവാര്യമാണ്. ഇനി രണ്ടാമത്തത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോയൊരു പോയിന്റ് അതായത് ചില ആളുകൾക്ക് കാര്യങ്ങൾ മുഴുവൻ മനസ്സിലാക്കാൻ പറ്റുന്നില്ല. അപ്പോഴേക്കും എടുത്തുചാട്ടം, അപ്പോഴേക്കും ഓവർ കോൺഫിഡൻസ്, പലതരത്തിലുള്ള മനസ്സ് അവരുടെ ആ കാര്യങ്ങളെ മനസ്സിലാക്കുന്നതിൽ പ്രസന്റ് ചെയ്യുന്നതിൽ നിന്നും അവർ തടസ്സപ്പെടുന്നു. പലർക്കും ഉള്ളൊരു പ്രശ്നമാണ് കാര്യങ്ങളെ വേണ്ട വിധത്തിൽ പ്രസന്റ് ചെയ്യാനുള്ള കഴിവില്ലായ്മ. അത് അവരുടെ രജോ ഗുണത്തിന്റെ സ്വഭാവമാണ്, റെസ്റ്റ്ലെസ്നെസിന്റെ സ്വഭാവമാണ്. അപ്പൊ നമ്മളിൽ പലരും ഇന്ന് ഇത്തിരി ഹൈപ്പറാണ്, റെസ്റ്റ്ലെസ് ആണ്, വെപ്രാളമുള്ളവരാണ്, തീരെ ക്ഷമയില്ല. അത് നമ്മൾ ആയിപ്പോയതാണ്. നമ്മളെ കുറ്റം പറഞ്ഞിട്ട് കാര്യം, ഇവൻ ഭയങ്കര വെപ്രാളിയാണ്, ഇവൻ എപ്പോഴും ഇങ്ങനെ ഒരു എരിപുരി കൊള്ളുന്നവനാണ്, ഒരു വിറളി പിടിച്ചവനാണ്. ഇതൊക്കെ ഭാഷ നിങ്ങൾ സമൂഹത്തിൽ കേൾക്കുന്നതാണ്. ഭയങ്കര വിറളിയാണ്, ഒരു ക്ഷമയില്ലാണ്. ശരിയാണ്, അതൊക്കെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ രൂപപ്പെടുത്തിയെടുത്താണ്. ഈ തരത്തിലുള്ള സ്വഭാവങ്ങളെ ഓവർനൈറ്റ് കൊണ്ട് നമുക്ക് മാറ്റാൻ പറ്റില്ല. നമുക്ക് ഏത് സ്വഭാവത്തെയും മാറ്റാൻ പറ്റും, പക്ഷെ ഓവർനൈറ്റ് കൊണ്ട് പറ്റില്ല. എന്ന് വെച്ചാൽ ഇന്നും നാളെയും കൊണ്ട് പറ്റുന്നതല്ല. ഒരു കൃത്യമായ ചില പരിശീലനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കൊണ്ടു നടന്നാൽ ഏത് നെഗറ്റീവായിട്ടുള്ള ചിന്തകളെയും സ്വഭാവങ്ങളെയും നമുക്ക് പോസിറ്റീവ് ആക്കാൻ പറ്റും. അപ്പൊ അതിന് പ്രധാനപ്പെട്ട 2 കാര്യമാണ്. ഈ 3 കാര്യം. ഒന്ന്, ഡള്ളായിട്ടുള്ളവർക്ക് ആക്ഷനാണ്, നടത്തം, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ രാവിലെ കുറച്ച് എക്സസൈസ് ചെയ്യുക. രണ്ടാമത്തവർക്കുള്ളതാണ് പ്രാണായാമം. വളരെ ദീർഘമായി ശ്വാസം എടുത്ത് ശ്വാസത്തെ പുറത്തുവിട്ട് അപ്പൊ ഒരു കോൺസെൻട്രേഷൻ വരുമ്പോൾ മനസ്സങ്ങനെ റിലാക്സ് ചെയ്യിച്ച്, ബോഡി റിലാക്സ് ചെയ്യിച്ച്, അവരിലെ ആ വെപ്രാളത്തെ, അവരിലെ ആ റെസ്റ്റ്ലെസ്നെസ്സിനെ അവരൊന്ന് ഷട്ട് ഡൗൺ ചെയ്യുക, അവരൊന്ന് സ്ലോ ഡൗൺ ചെയ്യുക, അവർ റിലാക്സ് ചെയ്യുക. ഇത് അവരെ ശരീരത്തിലും മനസ്സിലും വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കും. പിന്നീട് രണ്ടാമത്തെ ഒരു സാധനയാണ് അവർക്ക്, ഈ റെസ്റ്റ്ലെസ് ആയിട്ടുള്ളവർക്കുള്ള രണ്ടാമത്തെ സാധന. അവർക്കുള്ള രണ്ടാമത്തെ സാധനയാണ് പ്രണവോപാസന. ഓം എന്ന് നാഭിയിൽ നിന്ന് സൗണ്ട് എടുത്ത് അങ്ങനെ നീട്ടി ജപിക്കുമ്പോൾ അത് തന്നെ കോൺസെൻട്രേറ്റ് ചെയ്ത് ശീലിക്കുമ്പോൾ കോൺസെൻട്രേഷൻ എന്ന പവർ ഡെവലപ്പ് ചെയ്ത് വരുന്നു. അതൊരു ഓവർനൈറ്റ് കൊണ്ട് വരുന്നതല്ല, നിരന്തരമായ പരിശീലനം കൊണ്ട് കിട്ടുന്നതാണ്. അപ്പൊ നോക്കൂ, സാത്വികമായ ഒരു മാനസികാവസ്ഥയിലേക്ക് ഈ ആളുകൾക്കും മാറാൻ സാധിക്കും എന്നതിൽ ഒരു സംശയവും വേണ്ട. ആരും ഇവിടെ കൊള്ളരുതാത്തവരല്ല, കഴിവില്ലാത്തവരല്ല, മന്ദബുദ്ധികളല്ല. അങ്ങനെ ആവുന്നുണ്ടെങ്കിൽ നമ്മുടെ വിദ്യാഭ്യാസത്തിന്റെയും അച്ഛനമ്മമാരുടെയും പരിശീലിപ്പിച്ചു കൊടുക്കുന്നതിന്റെ തെറ്റാണ്. അതുകൊണ്ട് കുട്ടികൾ മനസ്സിലാക്കുക, യു ആർ നോട്ട് യൂസ്ലെസ്. നിങ്ങളുടെ ബ്രെയിനിനെ നിങ്ങൾക്ക് മാറ്റിയെടുക്കാൻ പറ്റും. അപ്പൊ നിങ്ങൾ ആദ്യം അറിയണം വാട്ട് കൈൻഡ് ഓഫ് ബ്രെയിൻ യു ആർ ഹാവിംഗ് നൗ, വാട്ട് കൈൻഡ് ഓഫ് ബ്രെയിൻ യു ആർ ഹോൾഡിംഗ്. അത് ഡള്ളാണെങ്കിൽ ഞാൻ പറയില്ലേ, നേരെ നിങ്ങൾക്ക് പ്രാണായാമം ചെയ്യാൻ പറ്റില്ല. പ്രാണായാമം ചെയ്താലും നിങ്ങൾക്ക് ഒരിക്കലും ബ്രെയിൻ ഡെവലപ്പ് ചെയ്യാൻ പറ്റില്ല. ആദ്യം നിങ്ങൾ ഫിസിക്കലി ലെഥാർജിക് ആയിട്ടുള്ള സ്വഭാവത്തെ മാറ്റണം. ഇനി രണ്ടാമത്തത്, വളരെ റെസ്റ്റ്ലെസ് ആയിരിക്കുന്ന മൈൻഡുള്ളവർക്ക് അവര് പ്രാണായാമവും പ്രണവോപാസനയും കൃത്യനിഷ്ഠയോടെ അനുഷ്ഠിച്ചു വന്നാൽ ക്രമേണ മനസ്സിന്റെ ക്വാളിറ്റി മാറി. അങ്ങനെ മനസ്സിന്റെ ക്വാളിറ്റി മാറുമ്പോൾ നേരത്തെ ഹൈലി ഇന്റലിജന്റ് ആയിട്ടുള്ള കുട്ടികൾക്ക് ഒരു കാര്യം മനസ്സിലാകുന്നത് പോലെ ഈ കുട്ടികൾക്കും കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും എന്നവർക്ക് ബോധ്യം വരും. ഇറ്റ് മേ ടേക്ക് ലിറ്റിൽ ടൈം, ബട്ട് ദേ ആർ ക്വാളിഫൈഡ്. അവർക്ക് അതിന് കേപ്പബിൾ ആണ്, യോഗ്യതയുണ്ട്, പൊട്ടൻഷ്യൽ ഉണ്ട്. ഓൺലി തിങ് അവർക്ക് ചില പരിശീലനങ്ങൾ ആവശ്യമുണ്ട് എന്നുള്ളതാണ്. ഏതായാലും ഇവിടെ അർജുനനോട് കൃഷ്ണൻ പറയുന്ന ആളാണ്. അർജുന, നമുക്ക് ആ ശ്ലോകം കണ്ടിട്ട് നമുക്ക് ഇതിലേക്ക് കിടക്കാം.
അർജുനനോട് പറഞ്ഞു, സന്യാസ കർമ്മയോഗ നിശ്രേയസകരോപോ. അർജുന, ഒരിടത്ത് സ്വസ്ഥമായിട്ടിരുന്നാലും സമചിത്തത കൈവരിക്കാം. നീ നിന്റെ കടമകൾ അനുഷ്ഠിച്ച് അങ്ങനെ ജീവിച്ചാൽ സമചിത്തത കൈവരിക്കാം. എന്നാൽ ഇതിൽ ഒരു ഭാഗത്ത് എവിടെയെങ്കിലും ഇരുന്നിട്ട് സമചിത്തത കൈവരിക്കുന്നതിനേക്കാൾ ശ്രേഷ്ഠമാണ് നിന്റെ കർത്തവ്യങ്ങൾ അനുഷ്ഠിച്ചുകൊണ്ട് സമചിത്തത കൈവരിക്കുക. അതെന്താണത്? ഈ സമചിത്തത കൈവരിക്കുക എന്ന് പറയുന്നത്, ശ്രദ്ധിക്കണം നിങ്ങൾ, സുഖമായിട്ടിരിക്കുക എന്ന് പറയുന്നത് നമ്മളുടെ തെറ്റിദ്ധാരണ ഒരു ഭാഗത്ത് വെറുതെ ഇരുന്നാൽ സുഖം തന്നെയാണ്, സംശയിക്കേണ്ട. പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത് ഒരു സ്വസ്ഥമായിട്ട് ഒരു ഭാഗത്തിരുന്ന് വീഡിയോ ഗെയിം അങ്ങനെ കളിച്ച് അതിലെങ്ങനെ മുഴുകിയിരിക്കാൻ സമയം പോകുന്നു അറിയില്ല. പക്ഷെ ഉണ്ടാകുന്ന നഷ്ടം എന്താ വെച്ചാൽ, ഈ ബ്രെയിനിന് മറ്റു പല കാര്യങ്ങളിലും കോൺസെൻട്രേറ്റ് ചെയ്യാനുള്ള, ജഡ്ജ്മെന്റ് ചെയ്യാനുള്ള, ഡിസിഷൻ എടുക്കാനുള്ള കഴിവ് നമുക്കില്ലാതെ തീരും. ഈ അഡിക്ഷൻ കൊണ്ടെത്തിക്കുന്നത് അതിലേക്കാണ്. അപ്പൊ നമ്മുടെ ബ്രെയിനുള്ള പല പവറിനെയും നമ്മളിങ്ങനെ നിഷ്ക്രിയമാക്കി, നമ്മളതിനെ സങ്കുചിതമാക്കി, നമ്മളതിനെ ഇല്ലാതാക്കുകയാണ്. നമ്മളെ തന്നെ കൊല്ലുകയാണ്. അപ്പൊ അർജുനനെ ഒരു ഭാഗത്ത് ഇരുത്തി മനസ്സിനെ സമചിത്തമാക്കുമ്പോൾ സമൂഹത്തിൽ വലിയൊരു കാര്യം ചെയ്യേണ്ട അർജുനൻ അതൊന്നും ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ, ഈ സമൂഹത്തിന് ഒരു ധാർമ്മിക വ്യവസ്ഥിതി നിലനിർത്തേണ്ട അർജുനൻ അത് ചെയ്യാതിരുന്നാൽ, അർജുനൻ ഇവിടത്തെ വളരെയധികം ക്രൂരമായ സ്വാർത്ഥമായ സംസ്കാരത്തിനെ വളർത്തിയെടുക്കുന്നതിൽ അല്ലെങ്കിൽ അതിനെ നിലനിർത്തുന്നതിൽ ജ്ഞാനം അതിന്റെ ഒരു ഭാഗമായി തീർന്നു എന്നതിന്റെ വലിയ കുറ്റബോധം അർജുനനെ വേട്ടയാണ്. അപ്പൊ നാളെ ജീവിതത്തിൽ മുന്നോട്ട് പോകും തോറും എന്തൊക്കെയോ ഞാൻ ചെയ്യേണ്ടത് ചെയ്തില്ല, എന്തൊക്കെയോ ഞാൻ പ്രവർത്തിക്കേണ്ടത് പ്രവർത്തിച്ചില്ല, അന്നാരും എനിക്ക് വഴി പറഞ്ഞു തന്നില്ല, അന്നാരും എനിക്ക് വഴി കാണിച്ചില്ല എന്നൊക്കെ ആ ഒരു കുറ്റബോധം തോന്നാതിരിക്കണമെങ്കിൽ കർമ്മയോഗം വിശിഷ്യതേ. കർമ്മയോഗം എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിനെ പരിവർത്തനം വരുത്താനുള്ള, നേരത്തെ പറഞ്ഞില്ലേ, ആക്ടിവിറ്റി, പ്രാണായാമം, പ്രണവം തുടങ്ങിയിട്ടുള്ള പരിശീലനങ്ങൾ നമ്മുടെ ബ്രെയിൻ്റെ അകത്തേക്ക് അത്തരം പവറുകൾ കടത്തിവിട്ട് കഴിഞ്ഞാൽ നമ്മളിൽ മാറ്റങ്ങൾ ഉണ്ടാക്കും. നമ്മളിൽ അതൊരു വലിയ ഒരു വിജയത്തിന് കാരണമായി തീരും. അപ്പൊ മൈൻഡ് സിസ്റ്റം മാറാതെ നമുക്ക് ജീവിതത്തിൽ പുരോഗതി പ്രാപിക്കാൻ പറ്റില്ല. മൈൻഡ് സിസ്റ്റം മാറ്റണമെങ്കിൽ അതിനെ നമ്മൾ വളരെ മനസ്സിലാക്കിക്കൊണ്ട്, വളരെ കൺസിസ്റ്റന്റ് ആയിട്ടുള്ള, വളരെ ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ചില ട്രെയിനിങ് നമ്മുടെ ബ്രെയിൻ സിസ്റ്റത്തിന് കൊടുക്കേണ്ടതുണ്ട്. അതാണ് ഇവിടെ കൃഷ്ണൻ പറയുന്നത്, അർജുന, നിനക്ക് രണ്ട് കാര്യങ്ങൾ ചെയ്തേ പറ്റുള്ളൂ. ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ, നീ ഒരു സമൂഹത്തിന്റെ തലത്തിൽ നിന്ന് നിൽക്കുമ്പോൾ, ഒരു സമൂഹത്തിന് ഉപകാരം ചെയ്യേണ്ട നീ, സമൂഹത്തിന് സേവനം ചെയ്യേണ്ട നീ, അത്തരം സേവനം ചെയ്യാതെ നിന്റെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി നീ ഒരിടത്ത് മാറി നിന്നാൽ രണ്ട് തെറ്റുകൾ. ഒന്ന്, സമൂഹത്തിനെ നീ കൈവിടുക, ഒരു കഴിവുകെട്ട സമൂഹത്തെ അല്ലെങ്കിൽ നിസ്സഹായരായ സമൂഹത്തെ വാർത്തെടുക്കുന്നതിൽ നീ ചെയ്ത പങ്ക്. വേറുവശത്ത് സ്വാർത്ഥരായ ഭരണാധികാരികളെ നിലനിർത്തുന്നതിൽ നീ ചെയ്ത പങ്ക്. നിങ്ങൾ നോക്കൂ, ഇന്ന് അഫ്ഗാനിസ്ഥാന്റെ അവസ്ഥ പോലെ. അഫ്ഗാനിസ്ഥാനിലെ പാവം നിസ്സഹായരായ ആളുകളെ കൈവിട്ടു എല്ലാവരും. അവിടെയാണെങ്കിലോ വളരെ ക്രൂരമായ അക്രമചിന്തയുള്ള, വെടിവെക്കാൻ മാത്രം. എനിക്ക് മനസ്സിലാവുന്നില്ല ഇസ്ലാം മതം തോക്കുമായിട്ട് എങ്ങനെയാ ബന്ധപ്പെട്ടതെന്ന്. മുഹമ്മദ് നബിയുടെ കാലത്ത് തോക്കുണ്ടായിരുന്നില്ല. ഇന്നിപ്പോ തോക്കിൽ വിശ്വസിക്കുന്ന ഇസ്ലാം മതത്തിലാണ് നമ്മൾ കാണുന്നത്. അപ്പൊ മതം നിലനിർത്താൻ തോക്ക് വേണമെന്നൊരവസ്ഥയിലേക്ക് ഒരു മതം മതപ്പതിച്ചു പോയാൽ അത്തരം മതങ്ങൾ കൊടുക്കുന്ന ക്രൂരതയിൽ ഒരു ജനവിഭാഗം എന്നും ദുരിതങ്ങളും ദുഃഖങ്ങളും അനുഭവിക്കും. അപ്പൊ അർജുനൻ അതിന്റെ ഒരു വക്താവായി തീരും. ഏതിന്റെ? സമാധാനവും ശാന്തിയും പുരോഗതിയും കൈവരുത്തേണ്ട ഒരു സമൂഹത്തിൽ, ഒരു സമൂഹത്തിന്റെ കൂടെ നിൽക്കാതെ തന്റെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി മാറിയപ്പോൾ ക്രൂര സംസ്കാരത്തിന് വളരാനുള്ളൊരു അവസരം കൊടുത്തു, നല്ല സംസ്കാരത്തിന് തളരാനുള്ള ഒരു നിയോഗവും അർജുനനാൽ വരുത്തിവെച്ചു. അപ്പൊ അർജുനനെ കുറ്റബോധം ഒരിക്കലും അർജുനനെ വേർപിരിയില്ല. ഇതുപോലെയാണ് ഓരോ മനുഷ്യരെയും. ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ട സമയത്ത് നമ്മൾ ചെയ്യാതെ പോയാൽ ഒരു ഏജ് ആകുമ്പോൾ നമുക്ക് മനസ്സിലാവും, ഈശ്വര, അന്നൊക്കെ ഇങ്ങനെ പ്രവർത്തിച്ചിരുന്നെങ്കിൽ, അന്നിങ്ങനെ പ്രയത്നിച്ചിരുന്നെങ്കിൽ, അന്ന് ഇതിനു വേണ്ടി നല്ലവണ്ണം മെനക്കെട്ടിരുന്നെങ്കിൽ എനിക്ക് എന്തെല്ലാം കൈവരിക്കാൻ സാധിക്കുമായിരുന്നു. തെറ്റുകളും കുറ്റങ്ങളും കുറവുകളും നമുക്ക് കാര്യം കുറെ കഴിഞ്ഞതിന് ശേഷമാണ് മനസ്സിലാവുക. ജീവിതത്തിൽ ഒരു പക്വതയൊക്കെ വരുമ്പോഴാണ് പലർക്കും മനസ്സിലാവുക, അന്ന് എടുത്തു ചാടി ഇങ്ങനെ ചെയ്യരുതായിരുന്നു, അന്ന് അങ്ങനെ പറയരുതായിരുന്നു, അന്ന് അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടല്ലേ ഇന്ന് എനിക്ക് ഈ ദുരിതങ്ങൾ വന്നത്. പലർക്കും ജീവിതത്തിൽ റിഗ്രറ്റ് വരുന്നത് അവരുടെ ജീവിതത്തിന്റെ അവസാന കാലഘട്ടങ്ങളിലാണ്, അല്ലെങ്കിൽ പ്രായമാകുമ്പോഴാണ്, പക്വത വരുമ്പോഴാണ്. അപ്പൊ ആ ചെറുപ്പകാലത്തിൽ നമ്മുടെ സ്വാർത്ഥത, നമ്മുടെ അഹങ്കാരം, നമ്മുടെ ഉള്ളിലുള്ള ഒരു ദുരഭിമാനം നമ്മളെ കൊണ്ട് പലതും ചെയ്യാനും പറയാനും പ്രേരിപ്പിക്കുമ്പോൾ നമ്മൾ ചെയ്യുന്നതൊക്കെ വരുത്തുന്ന ദുരിതങ്ങളെ, ദുഃഖങ്ങളെ നാം അത്ര അറിയുന്നില്ല. കാരണം നമ്മളിൽ ആ സെൽഫിഷ്നെസ്, നമ്മളിൽ ആ അഭിമാനം വളരെ മുഴച്ചു നിൽക്കുകയാണ്.
ഈ അഭിമാനം ആണ് നാളത്തെ നമ്മുടെ ശത്രു എന്ന് പോലും നമ്മളാരും അറിയുന്നില്ല. ഈ ദുരഭിമാനാണ് നാളത്തെ നമ്മുടെ ദുരിതം ഉണ്ടാക്കുന്നത് നമ്മൾ അറിയുന്നില്ല. അപ്പൊ അതുകൊണ്ട് ആ ദുരഭിമാനത്തെ നമുക്ക് മാറ്റി നിർത്താൻ സാധിക്കാതെ പോകുന്നതിന് കാരണം നമുക്ക് അതിൽ നിന്നും മാറി നിൽക്കാൻ പറ്റുന്ന ഒരു സാധനാ സംസ്കാരം, ഒരു പരിശീലനം ആരും നമുക്ക് പറഞ്ഞു തന്നിട്ടില്ല. കുട്ടിക്കാലത്ത് നോക്കൂ, നിങ്ങൾ കുട്ടികൾക്കൊന്ന് എന്തെങ്കിലും ഉപദേശിച്ചു കൊടുത്തു കഴിഞ്ഞാൽ, എനിക്കറിയാമല്ല, എന്നോടൊന്നും പറയണ്ട, എനിക്കെല്ലാം അറിയാം, എല്ലാം അറിയാം എന്നുള്ളൊരു ഭാവനയിൽ ആ കുട്ടി ജീവിക്കുകയാണ്. എന്നാൽ ആ കുട്ടി അറിയുന്നില്ല, എനിക്കൊന്നും അറിയുന്നില്ല. ഈ അറിയാം എന്നത് വെറും ഒരു ധാർഷ്ട്യമാണ്, അതൊരു സ്വാർത്ഥതയാണ്, അതൊരു ദുരഭിമാനമാണ് എന്ന ആ ഭാവം ദുര്യോധനൻ പറയുന്ന പോലെ, ദുര്യോധനൻ പറഞ്ഞു, ഹേ പിതാമഹ, നിങ്ങൾക്കറിയോ ഇവരൊക്കെ ആർക്ക് വേണ്ടിയിട്ടാണ് യുദ്ധം ചെയ്യാൻ വന്നിരിക്കുന്നത്? ഗുരുവിനോട് പറയാണ്, ഇതൊക്കെ മതർത്തേ തെക്ത ജീവിതം, എനിക്ക് വേണ്ടി യുദ്ധം ചെയ്യാൻ വന്നവരാണെന്നൊക്കെയാണ് 1-ാം അധ്യായത്തിൽ പറയുന്നത്. അപ്പോഴാണ് തസ്യ സഞ്ജയനൻ ഹർഷൻ കുരുവൃദ്ധ പിതാമഹ, അദ്ദേഹം മനസ്സിലാക്കി ഇവൻ വിവരക്കേട് ഇനിയും വിളിച്ചു പറയുന്നു. അപ്പൊ അപ്പോഴേക്കും അദ്ദേഹം തന്റെ ശങ്കെടുത്ത് സിംഹനാദം വിനച്ചൊദ്ധി, അങ്ങനെ ശങ്കെടുത്തുകൊണ്ട് ഉച്ചത്തിൽ വിളിച്ചു എന്നാണ് പിതാമഹൻ. കാരണം ദുര്യോധനൻ പറയുന്നത് മുഴുവൻ അവന്റെ ദുരഭിമാനവും സ്വാർത്ഥതയും അഹങ്കാരമാണ് പറയുന്നത്. ഇതൊക്കെ അവന്റെ അന്ത്യത്തിലേക്കുള്ള, നാശത്തിലേക്കുള്ള, സർവനാശത്തിലേക്കുള്ളതാണെന്ന് പാവം ഭീഷ്മർക്ക് മനസ്സിലാവുന്നുണ്ട്. ഇതുപോലെ ഇന്നത്തെ സമൂഹവും ഇങ്ങനെ അവരുടെ ദുരഭിമാനം കൊണ്ട് എടുത്തുചാട്ടം ചെയ്ത്, അല്ലെങ്കിൽ ഞങ്ങൾക്കെല്ലാം അറിയാം, ഞങ്ങൾ ഇങ്ങനെ ജീവിക്കുള്ളൂ എന്നുള്ള പിടിവാശി കൊണ്ട് ആലസ്യത്തിനും മനസ്സിന്റെ അസ്വസ്ഥതയ്ക്കും മനസ്സിന്റെ അതിക്രമത്തിനും അങ്ങനെ വഴിവിട്ട് പോകുമ്പോൾ കുറെ കഴിഞ്ഞാൽ ഈ മനസ്സാണ് നാളത്തെ വലിയ പരാജയത്തിലേക്കും വലിയ ദുഃഖത്തിലേക്കും നമ്മളെ നയിക്കുന്നതെന്ന് പാവം നമ്മൾ അറിയുന്നില്ല. ഇന്നല്ലെങ്കിൽ നാളെ ആ അഭിമാനം നമുക്കൊരു പാഠം പഠിപ്പിക്കും. നമ്മളെ ഇന്നല്ലെങ്കിൽ നാളെ പഠിപ്പിച്ചേ പറ്റുള്ളൂ. മരണസമയത്ത് ദുര്യോധനത് മനസ്സിലായി. നിങ്ങൾക്കറിയോ, മഹാഭാരത യുദ്ധക്കളത്തില് 18-ാമത്തെ ദിവസം ഭീമസേനനും ദുര്യോധനും തമ്മിലുള്ള യുദ്ധമായിരുന്നു. അമ്മയിൽ നിന്നും തനിക്ക് എല്ലാവിധ ശക്തിയും കിട്ടിയിരുന്ന ദുരഭിമാനത്തിൽ അഭിമാനിച്ചുകൊണ്ട് ദുര്യോധനൻ നിൽക്കുമ്പോൾ അവിടെ കൃഷ്ണൻ തന്റെ തുടയിൽ അടിച്ചുകൊണ്ട് ഭീമസേനന് പ്രചോദനം കൊടുക്കുമ്പോൾ കൃഷ്ണൻ ദുര്യോധനനെയും ഭീമസേനെയും യുദ്ധം ചെയ്യാൻ പ്രോത്സാഹിപ്പിക്കുകയാണെന്നാണ് പലരും തെറ്റിദ്ധരിച്ചത്. എന്നാൽ ഭീമസേനെ സംബന്ധിച്ച് ഭീമസേന മനസ്സിലായി, കൃഷ്ണൻ തനിക്ക് വലിയ ഉപദേശമാണ് തരുന്നത്. ഈ ദുര്യോധനന്റെ തുടയിൽ അടിച്ചാൽ മാത്രമേ അവൻ വീഴുകയുള്ളൂ എന്ന്. ആ തുടയിൽ അടിക്കുന്നതിന് കാരണമുണ്ട്. പണ്ട് പാഞ്ചാലിയെ വസ്ത്രാപഹരണമൊക്കെ അറിയാലോ നിങ്ങൾക്ക്, ആ കഥകള്. അതായത് ചൂതുകളിയിലൊക്കെ തോറ്റുപോയി അങ്ങനെ പാഞ്ചാലി പിടിച്ചു വലിച്ചു കൊണ്ടുവരികയാണ്. അങ്ങനെ പിടിച്ചു വലിച്ചു കൊണ്ടുവന്ന് പാഞ്ചാലി ചോദിക്കുന്നുണ്ട്, പണയപ്പെട്ട ആള് മറ്റൊരാളെ പണയം വെക്കുന്നത് ശരിയാണോ എന്നുള്ള ധാർമ്മിക ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നു. ഈ ധാർമ്മിക ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്ന സമയത്ത് ആരും ഉത്തരം പറയാതിരുന്നു. ഈവൻ പാണ്ഡവന്മാർക്ക് ഉത്തരം പറയാൻ പറ്റില്ല, കാരണം അവരൊക്കെ ഇവിടെ പണയം വെക്കപ്പെട്ടവരാണ്. അപ്പോ പിതാമഹനോടും വിതുരരോടൊക്കെ ചോദിച്ചു, ഞാൻ പണയം വെക്കപ്പെട്ടവളല്ല, എന്നെ പണയം വെക്കാൻ ഈ പണയം വെക്കപ്പെട്ട ധർമ്മപുത്രന് യുധിഷ്ഠിരന് അധികാരമുണ്ടോ? അപ്പൊ ഇതിന് ഉത്തരമില്ല ആർക്കും. ആ സമയത്ത് ദുര്യോധനൻ തന്റെ തുടയിലടിച്ച് മുണ്ടൊക്കെ അങ്ങോട്ട് വലിച്ചു പൊക്കി തുട കാണിച്ചിട്ട് അഴിച്ചു മാറ്റണ ദുശാസന വസ്ത്രം എന്ന് പറഞ്ഞു. അപ്പൊ ആ തുടയിലടിക്കുന്ന രംഗം ഭീമസേനൻ കണ്ടു. തന്റെ തുണിയൊക്കെ ഉയർത്തി കാണിച്ച് ആ തുടയിൽ ഇങ്ങനെ അടിക്കുന്നത്, ഈ വലിയ വലിയ മല്ലന്മാരൊക്കെ ഇങ്ങനെ തുടയിലടിക്കും, അവരെ ആ ശക്തി കാണിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഈ തുടയിൽ ഇങ്ങനെ അടിക്കുന്നത് കണ്ടപ്പോ ഭീമസേനന് അന്ന് കലി കയറി. കാരണം പാഞ്ചാലിയുടെ വസ്ത്രം മാറ്റാനാണ് ദുശാസന നിർദ്ദേശം കൊടുക്കുന്നത്, അപമാനിക്കാനാണ് നിർദ്ദേശം കൊടുക്കുന്നത്. അപ്പൊ ഇത് ഒന്ന് കൃഷ്ണൻ തുടയിൽ തട്ടി പ്രോത്സാഹിപ്പിക്കുമ്പോൾ ദുര്യോധനന്റെ തുടകാരനാണ്, അല്ലെങ്കിൽ ആ തുടയിലടി ആണ് അന്ന് ദുശാസനന് പാഞ്ചാലി അപമാനിക്കാൻ പ്രേരണ കൊടുത്തതെന്ന തിരിച്ചറിവ് ഭീമസേന ഉണ്ടാക്കി. പെട്ടെന്ന് ഭീമസേനൻ തന്റെ ഗതയെടുത്ത് എന്താ പറയാ ഭീമാകാരമായ അലർച്ചയോടുകൂടിയിട്ടൊക്കെയാണ് ദുര്യോധന്റെ തുടയിൽ ആഞ്ഞടിക്കുകയാണ്. തുട ചിതറി വീണുപോയി, പൊട്ടിച്ചെതറി പിടിച്ചു നിൽക്കാൻ പറ്റില്ല, തുടയിലുകൾ അടിച്ച് തകർത്ത് കളഞ്ഞു. ദുര്യോധനൻ വീണു. ദുര്യോധനൻ മരിച്ചിട്ടില്ല, ദുര്യോധനൻ വീണ് കിടക്കുകയാണ്. അങ്ങനെ മരിക്കാതെ മരിച്ചുപോലെ നിസ്സഹായനായി കിടക്കുന്ന ദുര്യോധനൻ, ആ ദുര്യോധന്റെ അടുത്തേക്ക് അശ്വത്ഥാമാവ് വരികയാണ്. അശ്വത്ഥാമ എന്ന് പറഞ്ഞാൽ ദ്രോണാചാര്യപുത്രൻ. വരുന്നത് 5 കുട്ടികളുടെ തലയുമായിട്ടാണ്. പാണ്ഡവരുടെ ശിബിരത്തിൽ കിടന്നുറങ്ങിയ പാണ്ഡവർക്ക് ദ്രൗപദിയിലുള്ള പാഞ്ചാലിയുള്ള 5 കുട്ടികളെ
ഈ കുട്ടികളുടെ തലയെ മറത്തുകൊണ്ടാണ് കൊണ്ടുവരുന്നത്. ആ സമയത്ത് ദുര്യോധനൻ പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറയുന്നുണ്ട്, അശ്വത്ഥാമാവേ, നീ ഇത് ചെയ്യരുതായിരുന്നു. പ്രത്യേകിച്ച് യുദ്ധം കഴിഞ്ഞ് സന്ധ്യ കഴിഞ്ഞിട്ടാണ് അശ്വത്ഥാമാവ് ചെയ്യുന്നത്. ഇതൊട്ടും ചേർന്നതല്ല. കാരണം ആ സമയത്ത് ദുര്യോധനന് മനസ്സിലായി, തന്റെ ദുരഭിമാനമാണ് ഈ രാജ്യത്തെ മുഴുവൻ നശിപ്പിക്കുന്നതിന്, ഒരു രാജവംശത്തെ തകർക്കുന്നതിന് മുഴുവൻ കാരണമായത്. ആ കുറ്റബോധം ഇന്നല്ലെങ്കിൽ നാളെ മനുഷ്യന് വേട്ടയാണ്. അത് കുറെ കഴിഞ്ഞാണ് മനുഷ്യരിൽ തിരിച്ചറിവുണ്ടാവുക. അതാണ് പലരും കല്യാണമൊക്കെ കഴിഞ്ഞ് തമ്മിൽ തെറ്റി ഡൈവേഴ്സ് ഒക്കെ ചെയ്ത് ഒരു 10-30 കൊല്ലം കഴിയുമ്പോഴാണ്, അയ്യോ ഒന്ന് ഞാൻ അവളോട് അങ്ങനെ പറയേണ്ടിയില്ലായിരുന്നു, അല്ലെങ്കിൽ ഞാൻ അന്ന് അങ്ങനെ അദ്ദേഹത്തോട് പറയേണ്ടിയില്ലായിരുന്നു, എന്നിട്ട് ഇപ്പം എന്താ ഒരു ഗുണം ഉണ്ടായത് എന്നൊക്കെ പറഞ്ഞാൽ ആ കുറ്റബോധങ്ങളും ആ വകതിരിവില്ലായ്മയും അന്നത്തെ എടുത്തുചാട്ടങ്ങളും മറ്റുള്ളവർ പറയുന്നതിനനുസരിച്ച് പെരുമാറിയതിന്റെ ഒക്കെ ദോഷങ്ങൾ ചിന്തിക്കുന്നത്. അപ്പോഴേ കാലം പോയി, കാലം കഴിഞ്ഞിട്ടാണ് നമുക്ക് തിരിച്ചറിവ് വരുന്നത്. നമ്മൾ പറയല്ലേ, എല്ലാം പിന്നീടാണ് താപം വരുന്നത്. അപ്പൊ അന്ന് നമുക്ക് ആ പൂർവ്വ വിവേകം വരുന്നില്ല, വേണ്ട സമയത്ത് വേണ്ടത് ഓർമ്മ വരുന്നില്ല. ഇവിടെയാണ് ചെറുപ്പകാലത്തിൽ തന്നെ സാധന അനുഷ്ഠാനങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ചെങ്കിലും നമുക്ക് ഒരു വകതിരിവ് വരും. എന്താണ് ആ വകതിരിവ്? നമ്മുടെ ജീവിതത്തിൽ എല്ലാം നഷ്ടപ്പെടുത്തിക്കൊണ്ട്, അതായത് ജീവിതത്തിൽ നല്ല സൗഹൃദങ്ങളും നല്ല ബന്ധങ്ങളും നല്ല കൂട്ടുകെട്ടുകളും ഒക്കെ തകർത്ത് തരിപ്പണമാക്കിക്കൊണ്ട് നമ്മൾ മുന്നോട്ട് പോയാൽ അത് പിന്നീട് ഒറ്റപ്പെടലിന്റെ, ഏകാന്തതയുടെ ഒരു ജീവിതമാവും. അതേപോലെ തന്നെ നാം അക്രമത്തെ, അതിക്രമത്തെ ഒക്കെ, സ്വാർത്ഥതയൊക്കെ അവഗണിച്ചു പോയാൽ നാളെ അത്തരം ശക്തികളൊക്കെ കരുത്തുള്ളതായി തീർന്ന് പിന്നെ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റാതെയാവും. നിങ്ങൾ നോക്കൂ, ഇപ്പോൾ വളരെ പ്രസിദ്ധമായ ഒരു സിനിമയാണ് കാശ്മീർ ഫയൽസ് എന്ന് പറഞ്ഞിട്ട്. കാശ്മീർ പണ്ഡിറ്റുകൾ അനുഭവിച്ചിരിക്കുന്ന ദുരിതങ്ങളെക്കുറിച്ച് പറയുന്ന കഥ. അതിപ്പം നമ്മൾ കാണുമ്പോൾ 1990കളിൽ അവിടുത്തെ പണ്ഡിറ്റുകൾ ഇന്ന് ആ സിനിമയിലേക്ക് എത്തേണ്ട ഒരു അവസ്ഥ വന്ന് എന്തുകൊണ്ടാണ് നമുക്ക് മനസ്സിലാവും. അവരുടെ ഇടയിൽ ഐക്യം ഉണ്ടായിരുന്നില്ല, ഒത്തൊരുമ ഉണ്ടായിരുന്നില്ല. ഈ മറുഭാഗത്ത് അവിടെ മുസ്ലിം സമുദായത്തിലെ ഒരു വിഭാഗം അക്രമകാരികളായി വളരെ എന്താ പറയാ, മനുഷ്യത്വമില്ലാത്ത മതം തലയിൽ കയറി ക്രൂരന്മാരായി തീർന്നപ്പോൾ അവർക്ക് ഇരകളായി ഒരു മാറേണ്ടി വന്നു. എന്നാൽ അവരുടെ നീക്കങ്ങളെ മനസ്സിലാക്കിക്കൊണ്ട് ഒറ്റക്കെട്ടായി നിന്നിരുന്നെങ്കിൽ ഒരു തരത്തിലും അവരെ തകർക്കാൻ പറ്റില്ലായിരുന്നു. നിങ്ങൾ ഇസ്രായേലിന്റെ കഥ എടുത്ത് പഠിക്കൂ. ഇസ്രായേൽ എന്ന് പറഞ്ഞാൽ വളരെ കുറഞ്ഞ ജൂതന്മാരുടെ രാജ്യമാണ്. അതിനു ചുറ്റും ഈജിപ്ത് ഉണ്ട്, അതുപോലെ തന്നെ അങ്ങോട്ട് യമൻ, കിമൻ തുടങ്ങിയിട്ട് ഒരുപാട് ഇസ്ലാമിക, പലസ്തീൻ ഒക്കെ ഇസ്ലാമിക രാജ്യമാണ്. അവിടെയൊക്കെ ഇസ്ലാമിക നിയമങ്ങളും ഉണ്ട്. ഈ ജൂതന്മാരുടെ നേരെയാണ് ഇവരുടെ അക്രമം. പക്ഷേ ജൂതന്മാർക്ക് എപ്പോഴും അറിയാം ഇവരെ ആക്രമിക്കുന്നുള്ളത്. അതുകൊണ്ട് തന്നെ അവർ അങ്ങേറ്റം ബുദ്ധിപരമായിട്ടുള്ള ടെക്നോളജികളൊക്കെ കണ്ടെത്തി ഒരു തരത്തിലും അവരെ തകർക്കാൻ പറ്റാത്ത വിധത്തിൽ അവരങ്ങനെ വളർന്നു. ഈ ഇസ്ലാമിക രാജ്യത്തിലുള്ളവരൊക്കെ വെറും കഴിക്കുന്നതിലും കിടക്കുന്നതിലും കെട്ടുന്നതിലും കുട്ടികൾ ഉണ്ടാക്കുന്നതിലും മാത്രം ഒതുങ്ങിയപ്പോൾ ഇവിടെ ബുദ്ധിപരമായി വളർന്ന് അതുകൊണ്ട് പലതരത്തിലുള്ള കണ്ടുപിടുത്തങ്ങളും ഗവേഷണങ്ങളും കണ്ടുപിടിച്ച് ലോകത്തിലേക്ക് മുഴുവൻ ആയുധങ്ങൾ കയറ്റി അയച്ച് കാശുണ്ടാക്കി. അതുകൊണ്ട് ആ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തെ തോൽപ്പിക്കാൻ ആർക്ക് സാധിച്ചില്ല എന്ന് മാത്രമല്ല, ഇന്ന് അവരെ ഭയപ്പെട്ട് ജീവിക്കേണ്ട അവസ്ഥയിലേക്ക് വന്നു. എണ്ണം കൊണ്ട് ഇസ്ലാമിക സമൂഹം കൂടുതലാണെങ്കിലും, എണ്ണം കൊണ്ട് ജൂതന്മാർ കുറവാണെങ്കിലും, കഴിവുകൊണ്ടും ബുദ്ധി കൊണ്ടും എണ്ണമുള്ളവരെക്കാൾ വണ്ണമുള്ളവരായി അവർ മാറി. ഒരു സമൂഹത്തിൽ ബുദ്ധിപരമായി വളർന്നിട്ടില്ല എങ്കിൽ, ഒറ്റക്കെട്ടായി നിലനിന്നിട്ടില്ല എങ്കിൽ, ഈ സ്വാർത്ഥ അഹങ്കാര ധാർഷ്ട്യ ചിന്തകൾ, അത് സമൂഹത്തിലുണ്ടാക്കുന്ന പ്രശ്നങ്ങൾ, ഇതൊക്കെ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റാതെ വന്നാൽ പിന്നീട് പശ്ചാത്തപിച്ചിട്ടും കാര്യമില്ല. കാരണം കാലം അത്രയധികം ദുഃഖ ദുരിതങ്ങളിലേക്കായിരിക്കും നമ്മളെ തള്ളി നീക്കുന്നത്. അതുകൊണ്ട് ഓരോ മനുഷ്യരിലും 2 കാര്യങ്ങൾ അനിവാര്യമാണ്: കൃത്യനിഷ്ഠയും അനുഷ്ഠാനവും. ഇത് നിരന്തരം ചെയ്യുമ്പോൾ നമ്മുടെ ഉള്ളിൽ പരിവർത്തനങ്ങൾ ഉണ്ടായേ പറ്റുള്ളൂ. ആ പരിവർത്തനങ്ങൾ ഉണ്ടാകുമ്പോൾ കുറെയൊക്കെ നമ്മുടെ ഉള്ളിൽ നമുക്ക് നമ്മുടെ അഹന്തയെ, നമ്മുടെ ദുരഭിമാനത്തെ നിയന്ത്രിച്ച് നിർത്തി പല അപകടങ്ങളെയും മുൻകൂട്ടി കണ്ടുകൊണ്ട്, അതുപോലെ മറ്റുള്ളവർ അപകടം ചെയ്യുമ്പോൾ അതിൽ നിന്ന് മാറി നിന്ന് എതിർക്കേണ്ടതിനെ എതിർത്തുകൊണ്ട്, സമൂഹത്തിനെ സഹായിക്കാൻ ഉള്ളൊരു സന്ദർഭം കിട്ടിയാൽ സഹായിച്ചുകൊണ്ട് നമുക്കൊരു പുതിയ വ്യക്തിത്വം, ഒരു ശ്രേഷ്ഠമായ വ്യക്തിത്വം നമ്മളിൽ രൂപപ്പെടുത്താൻ സാധിക്കും. അപ്പോൾ ഓരോ മനുഷ്യർക്കും അവരിലെ മഹത്വരമാർന്നൊരു വ്യക്തിത്വത്തെ സൃഷ്ടിക്കാൻ, മാറ്റിയെടുക്കാൻ സാധിക്കും എന്ന് ഉറപ്പു തരികയാണ് ഭഗവത്ഗീത. അതുകൊണ്ട് നമുക്ക് ഈ ഗീതയുടെ അടുത്ത ശ്ലോകങ്ങൾ വളരെ ആഴത്തിൽ പഠിക്കേണ്ടതുണ്ട്. നമ്മളെ കഴിവുള്ളവരാക്കുന്ന, പ്രാപ്തരാക്കുന്ന,
നമ്മുടെ ജീവിതം ധന്യമാക്കുന്ന ഇത്തരത്തിലുള്ള കൃതികളാണ് സത്യത്തിൽ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വേണ്ടത്. അതുകൊണ്ട് എല്ലാവരോടും എനിക്കൊരു അപേക്ഷയുണ്ട്. ഗീത നമുക്ക് പഠിച്ച് പ്രചരിപ്പിച്ചുകൊണ്ട് സമൂഹത്തിൽ കഴിവില്ലാത്തവരായിട്ട് ആരുമില്ല, എല്ലാവരും ശ്രേഷ്ഠന്മാരാണ്. പ്രൊവൈഡഡ് അവരെ മനസ്സിനെ അവര് പരിണാമം വരുത്താൻ, പരിവർത്തനം വരുത്താൻ, പരിശുദ്ധീകരിക്കാൻ, പവിത്രീകരിക്കാൻ, ഉയർത്തിയെടുക്കാൻ അവര് പരിശീലിക്കാൻ തയ്യാറാണെങ്കിൽ, അതിന് അവരുടെ ജീവിതത്തിൽ ഒരു നിർബന്ധ ബുദ്ധി അവർ കാണിക്കുകയാണെങ്കിൽ ഏത് വ്യക്തികൾക്കും അവരുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹീതമായ, സംതൃപ്തി നിറഞ്ഞ, സന്തുഷ്ടിയുള്ള, വളരെയധികം നമുക്ക് തന്നെ നമ്മൾ പറയില്ലേ, ജീവിതത്തിൽ ഒരു കൃതാർത്ഥതയുള്ള ഒരു ധന്യജീവിതം അവർക്ക് നയിക്കാൻ സാധിക്കും. ഭഗവാൻ ശ്രീകൃഷ്ണൻ അർജുനനോട് പറയുന്നത് ശ്രദ്ധാവാൻ ലഭതേ ജ്ഞാനം. അർജുന, ശ്രദ്ധയുണ്ടെങ്കിൽ മാത്രമേ ഒരാൾക്ക് ജ്ഞാനം ഉണ്ടാവുകയുള്ളൂ. ഇത് നാം ശരിക്കും മനസ്സിലാക്കേണ്ടതുണ്ട്. ശ്രദ്ധാവാൻ ലഭതേ ജ്ഞാനം. അവിടെ കൊണ്ട് കൃഷ്ണൻ നിൽക്കുന്നില്ല. തൽപര സംയതേന്ദ്രിയ. തത് അതിനോട്, ഏതിനോട്? പരമമായ ഒന്നിനോട്, പരമസത്യമായ ഒന്നിനോട് നമുക്ക് ശ്രദ്ധയുണ്ടാവണം. എങ്കിലേ നമുക്ക് ജ്ഞാനമുണ്ടാവുകയുള്ളൂ. ഈ ഒരു ശബ്ദമുണ്ടല്ലോ, ശ്രദ്ധ, നമ്മളെല്ലാവരും ഉപയോഗിക്കുന്നതാണ്. വീടുകളിലൊക്കെ ഉപയോഗിക്കുന്നതാണ്. കുട്ടികളോട് ഒരു ശ്രദ്ധയോടുകൂടി പഠിക്കണം, ശ്രദ്ധയോടുകൂടി ചെയ്യണം, ശ്രദ്ധയില്ലാത്തതുകൊണ്ടാണ് നീ ഇങ്ങനെ നിനക്ക് ശ്രദ്ധയില്ല എന്നുള്ളത്. പക്ഷെ ശരിക്കും ശ്രദ്ധ എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? നമ്മൾ പലപ്പോഴും പല പദങ്ങളും അർത്ഥമറിയാതെ, കാരണം ആരും അതിന്റെ അർത്ഥത്തെ നമുക്ക് പറഞ്ഞു തന്നില്ല, അതുകൊണ്ട് നമ്മൾ അർത്ഥമറിയാതെ അങ്ങനെ ഉപയോഗിക്കുകയാണ്. നമുക്ക് സത്യത്തിൽ ഇത്തരം പദങ്ങളുടെ അർത്ഥം മനസ്സിലാക്കിയിരുന്നെങ്കിൽ നമ്മളെ ഒരു തരത്തിലും മാനസികമായി നമുക്കോ മറ്റുള്ളവർക്കോ വിഷമിപ്പിക്കാൻ സാധ്യമല്ല. ഇന്ന് ലോകം പുരോഗതിയുടെ ഔന്നിത്യത്തിലേക്ക് അങ്ങനെ കയറുമ്പോഴും മാനസികമായ പിരിമുറുക്കങ്ങളും സംഘർഷങ്ങളും അസ്വസ്ഥതകളും കൂടിക്കൂടി വന്ന് നമ്മുടെ ചുറ്റുപാടും നോക്കൂ നിങ്ങൾ. ആത്മഹത്യകള്, അതുപോലെ കൊലപാതകങ്ങള്, നാട്ടിലാണെങ്കിൽ ഗുണ്ടായിസം, അരാജകത്വം, ഇതൊക്കെ കൂടി വരികയാണ്. സമാധാനം എന്ന് പറയുന്ന മതങ്ങൾ പോലും ഇന്ന് അഫ്ഗാനിസ്ഥാൻ സ്ഥലങ്ങളിലൊക്കെ കാണിക്കുന്നത് കണ്ടില്ലേ? സ്ത്രീകൾക്ക് പോലും സ്വാതന്ത്ര്യമില്ല, കുട്ടികളെ പാവം വേദനിപ്പിക്കണം, ഒരു കലയ്ക്കോ ഒന്നിനും ഒരു സ്വാതന്ത്ര്യമില്ല. എന്നിട്ട് ശാന്തിയുടെ വക്താക്കളായിട്ട് അവർ പറയുന്നു സമാധാനമാണ് ഞങ്ങളെന്ന്. ഈ ലോകം ഇങ്ങനെ അരാജകത്തിലേക്ക് ആക്കിയത് ആരാണ്? ഇത് നാം തിരിച്ചറിയണം. ഇവിടെ നമ്മൾ ഓരോരുത്തരും തന്നെയാണ് ഇതിന് ഉത്തരവാദിയെന്ന് ഗീതയിലെ 4-ാം അധ്യായത്തിലെ 39-ാം ശ്ലോകം വായിച്ചാൽ നമുക്ക് മനസ്സിലാവും. നമ്മൾ ഓരോരുത്തരുമാണ്. കാരണം നമ്മുടെ മനസ്സ് അസ്വസ്ഥമായാൽ അസ്വസ്ഥ മനസ്സ് അക്രമങ്ങൾ അഴിച്ചുവിടും. അസ്വസ്ഥമായ മനസ്സ് ചിലപ്പോൾ അവനവന്റെ ആത്മനാശത്തിന് കാരണമാവും. ഇപ്പൊ നമ്മുടെ മനസ്സിലേക്ക് നമ്മൾ ആരും നോക്കുന്നില്ല, മനസ്സിനെ കുറിച്ച് ആരും പഠിക്കുന്നില്ല. ഇവിടെയാണ് കൃഷ്ണൻ ശ്രദ്ധാവാൻ ലഭതേ ജ്ഞാനം. ശ്രദ്ധ മനസ്സുമായി ബന്ധപ്പെട്ടതാണ്, അല്ല നിങ്ങൾക്ക് നിഷേധിക്കാൻ പറ്റും. ഇപ്പൊ ശ്രദ്ധ മനസ്സുമായി ബന്ധപ്പെട്ടതാണെങ്കിൽ നമുക്കറിയണം എന്താണ് ഈ മനസ്സെന്ന്. നമ്മുടെ മനോവികാരങ്ങളെ കുറിച്ച് നാം മനസ്സിലാക്കണം. നമ്മുടെ കഷ്ടകാലത്തിന് നമ്മുടെ വിദ്യാഭ്യാസത്തിൽ മനസ്സിനെ കുറിച്ചൊരു പഠനവുമില്ല, അച്ഛനമ്മമാർക്കും പരിചയമില്ല. അതുകൊണ്ട് കുട്ടികൾ ഇന്ന് മൊബൈൽ അഡിക്റ്റഡ് ആവുന്നു. ചില കുട്ടികൾ പ്രണയത്തിൽ അടിമയാകുന്നു, ചിലവർ ലഹരിക്ക് അടിമയാവുന്നു. അവസാനം താളം തെറ്റിയ കുട്ടികളുടെ മനസ്സുമായി അമ്മമാരിന്ന് കൗൺസിലിങ്ങിനും സൈക്കാട്രിസ്റ്റിന്റെ അടുത്തേക്ക് പോകുന്നത് കൂടി വരികയാണ്. അപ്പൊ എന്തുകൊണ്ട് സംഭവിച്ചു വെച്ചു കഴിഞ്ഞാൽ ആ മനസ്സ് താളം തെറ്റി. ആരാണ് ഈ താളം തെറ്റിച്ചത്? എല്ലാവർക്കും ഉത്തരവാദിത്വമുണ്ട്. അധ്യാപകർക്കുണ്ട്, അച്ഛനമ്മമാർക്കുണ്ട്, സമൂഹത്തിനുണ്ട്. അപ്പൊ നാം മനസ്സിലാക്കേണ്ടത്, ഒരു മനുഷ്യന് ജ്ഞാനമുണ്ടാവണമെങ്കിൽ, ഒരു മനുഷ്യന് ശക്തി ഉണ്ടാവണമെങ്കിൽ, സന്തോഷമുണ്ടാവണമെങ്കിൽ, സംതൃപ്തി ഉണ്ടാവണമെങ്കിൽ എവ്രിതിങ് റിലേറ്റഡ് ടു ദ മൈൻഡ്. ഇത് നാം ആദ്യം മനസ്സിലാക്കണം. മനസ്സെന്ന് പറയുന്ന, ബോധ മനസ്സെന്ന് പറയുന്ന ഒരു ശക്തിവിശേഷമില്ലെങ്കിൽ നിങ്ങൾ എന്ത് സുഖത്തെക്കുറിച്ച് ചിന്തിക്കും? നിങ്ങളൊന്ന് ആലോചിക്കൂ. അബോധാവസ്ഥയിൽ കിടക്കുന്ന ഒരാൾക്ക് എന്ത് വിഭവങ്ങൾ അവിടെ കൊണ്ടു വിളമ്പിയിട്ടും അയാളുടെ മുന്നിൽ അവതരിപ്പിച്ചിട്ടും എന്ത് കാര്യം? കാരണം മനസ്സ് അബോധാവസ്ഥയിലാണ്.
അപ്പൊ ബോധാവസ്ഥയിലേക്ക് ഉണരുന്ന നിമിഷം മുതലാണ് നാം നമ്മുടെ ഇന്ദ്രിയങ്ങളിലൂടെ ഈ ലോകാനുഭവങ്ങൾ, ഇന്ദ്രിയ സുഖങ്ങളൊക്കെ അനുഭവിക്കുന്നത്. എവറിത്തിങ് കണക്റ്റഡ് ടു ദി കോൺഷ്യസ് മൈൻഡ്. നിങ്ങൾക്ക് നിഷേധിക്കാൻ പറ്റില്ല. അപ്പൊ നമ്മൾ ആ മനസ്സിനെ കുറിച്ച് മനസ്സിലാക്കുക. അതാണ് ഗീത പഠിപ്പിക്കുന്നത്. ഗീത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മനസ്സിനെ കുറിച്ചുള്ള അറിവും ആ മനസ്സിനെ നമ്മുടെ ജീവിതത്തിലേക്ക് വേണ്ടുന്ന ആത്മബലം, ആത്മസുഖം, ആത്മസംതൃപ്തി, ഇതൊക്കെ നമുക്ക് നേടിത്തരാൻ ഭഗവത്ഗീത നമുക്ക് വഴി കാണിക്കണം. അപ്പൊ നാം ഇത് പറയുമ്പോൾ നിങ്ങൾക്ക് പലർക്കും മനസ്സിലാവില്ലേ. കാരണം നമ്മളെ സംബന്ധിച്ച് സുഖം എന്ന് പറയുന്നത് നമ്മുടെ ഇന്ദ്രിയങ്ങളിലൂടെ കിട്ടുന്ന ഒരു സുഖമായിട്ടാണ് നമ്മൾ കണക്കാക്കിയിരിക്കുന്നത്. പക്ഷേ ഈ ഇന്ദ്രിയങ്ങളിലൂടെ കിട്ടുന്ന സുഖങ്ങളൊക്കെ ശരിയാണ്, നമുക്ക് സുഖം തന്നെയാണ്, അത് വലിയ സുഖം തന്നെയാണെങ്കിലും ക്രമേണ ആവർത്തിച്ചനുഭവിച്ചതിന്റെ കാരണം കൊണ്ട് ആ വികാരങ്ങളൊക്കെ നമ്മുടെ ഉള്ളിൽ ചിന്തകളായി, നാം പറയുന്ന ഇംപ്രഷൻസായി, ആ ഇംപ്രഷൻസാണ് കാലക്രമേണ നമ്മളെ ദുർബലരാക്കുന്നതെന്ന് നാം ഒരിക്കലും അറിയുന്നേയില്ല. മനുഷ്യനിത് അറിയുന്നില്ല. അവന്റെ ജീവിതത്തിൽ എങ്ങനെയാണ് അവൻ തളരുന്നത്? നിങ്ങൾ നോക്കൂ, ഏത് സുഖത്തിന്റെ പിന്നാലെ പോയിട്ടുണ്ടോ അവൻ അവസാനം ദുർബലനാണ്. കള്ളിനും കഞ്ചാവിന്റെയും പിന്നാലെ പോയവൻ, ഏതെങ്കിലും ഒരുത്തൻ സ്വയം നേരെയായിട്ടുണ്ടെങ്കിൽ അവൻ രക്ഷപ്പെടും. അല്ലാത്തവൻ, അവൻ അതിന് പ്രയത്നിക്കാത്തവൻ, ഇന്നും നിങ്ങൾ നോക്കൂ, ഈ ഡ്രഗ് അഡിക്ട്സിനെ ഒക്കെ കൊണ്ടുവരുന്ന സ്ഥലമുണ്ടല്ലോ, അങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളിൽ നിങ്ങൾക്ക് കാണാം മാനസികമായി ഭയങ്കര ഡിപ്രഷനിലേക്ക് പോയ ആളുകളെ. അതുപോലെ തന്നെയാണ് സ്ത്രീ വിഷയങ്ങളുടെ പിന്നാലെ പോയി നമ്മൾ പറയും പെൺകോന്തെന്ന് പറയും. ആരും കാന്തെന്ന് പറയാറില്ല. കാരണം അവന്റെ മനസ്സും കുറെ കഴിഞ്ഞാൽ ദുർബലമാണ്. മനസ്സിൽ അനാവശ്യങ്ങളായ ചിന്തകൾ അടിഞ്ഞുകൂടി അവസാനം അവനൊരിക്കലും യഥാർത്ഥ സുഖവും ശാന്തിയും സന്തോഷവും കണ്ടെത്താതെ അങ്ങനെ ദുർബലനായി മരിച്ചു പോകുന്നതാണ് നമ്മൾ കാണുന്നത്. അപ്പൊ നാം നമ്മുടെ മനസ്സിനെ ഒന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മളിൽ തന്നെ നമുക്ക് അനന്ത സുഖം, അനന്ത ശക്തി നമ്മളിലുണ്ട്. ആ ശക്തിയെ, ആ സുഖത്തെ ഒന്ന് നമുക്ക് ആവിഷ്കരിക്കണമെങ്കിൽ, വികസിപ്പിക്കണമെങ്കിൽ വി മസ്റ്റ് നോ, നമുക്ക് അറിഞ്ഞിരിക്കണം എന്താണ് നമ്മുടെ ബോധമനസ്സ്. എനിക്ക് നിങ്ങളോടൊക്കെ പറയാനുള്ളത്, ഗീത പഠിക്കൂ. നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിനെ കുറിച്ചറിയാം, നിങ്ങളെ കുറിച്ചറിയാം. കാരണം നിങ്ങൾ ബോധമനസ്സുകൊണ്ടാണ് ജീവിക്കുന്നതെന്ന് അറ്റ്ലീസ്റ്റ് മനസ്സിലാക്കും. നിങ്ങൾ ജീവിതത്തെ എപ്പോഴും കാണേണ്ടത് ബോധമനസ്സിൽ തട്ടുന്ന അറിവും അനുഭവങ്ങളും വിചാരങ്ങളും ചിന്തകളുമാണ് നിങ്ങളുടെ ജീവിതം. ഈ ബോധമനസ്സെന്ന് പറയുന്ന ആ ഒരു ശക്തി ഇല്ലായിരുന്നെങ്കിൽ ഒരു ജീവജാലത്തിനും ഒരു ശക്തിക്കും ഒരു അനുഭവമില്ല. അതുകൊണ്ടാണ് ഹിന്ദുമതത്തിൽ മരണാനന്തരം ഒരു സ്വർഗത്തെ ആക്സെപ്റ്റ് ചെയ്യാത്തത്. സ്വർഗവും നരകവും ഒക്കെ മനസ്സിലെന്നാണ് നമ്മുടെ ഋഷിവര്യന്മാർ ആവർത്തിച്ച് പഠിപ്പിക്കുന്നത്. കാരണം മരണം എന്നത് അബോധാവസ്ഥയിൽ സംഭവിക്കുന്ന ഒരു കാര്യമാണ്, അല്ലെ? നിങ്ങൾ ചിന്തിച്ചു നോക്കും. നിങ്ങൾ ഈ സ്വർഗത്തെക്കുറിച്ച് പറയുന്ന പല മതങ്ങളുടെയൊക്കെ പ്രഭാഷണങ്ങൾ കേട്ട് കഴിഞ്ഞാൽ നമ്മൾ തെറ്റിദ്ധരിക്കും സ്വർഗത്തിൽ എന്തൊക്കെയോ ഒരുക്കി വെച്ചിരിക്കണമെന്ന്. നിങ്ങൾ മനസ്സിലാക്കണം, അബോധത്തിലാണ് മനുഷ്യൻ മരിക്കുന്നത്. ആ അബോധാവസ്ഥയിൽ മരിക്കുന്ന മനുഷ്യന് ശരീരമില്ലാതെ എങ്ങനെ ബോധം വരും? കാരണം അവന്, ഞാൻ ചില കാര്യങ്ങൾ ഇവിടെ ഓർമ്മിപ്പിക്കാൻ കേട്ടോ. അവിടെ ചെന്നാൽ കള്ള് കിട്ടും, അവിടെ ചെന്നാൽ സ്ത്രീകൾ ഒരുപാട്, അവിടെ ചെന്നാൽ ഇഷ്ടമുള്ളതൊക്കെ കഴിക്കാം. ഇതൊക്കെ അനുഭവിക്കണമെങ്കിൽ ഇന്ദ്രിയങ്ങൾ വേണ്ടേ? കള്ളു കുടിക്കാൻ ഒരു വായ വേണ്ടേ? നാക്ക് വേണ്ടേ? അവന് ഒരാളെ പുണരണമെങ്കിൽ കൈയൊക്കെ വേണ്ടേ? അവന് ആ ശരീരമില്ലെങ്കിൽ, അല്ലെങ്കിൽ അവന് ആ ഒരു വികാരങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാനുള്ള ഒരു ഉപകരണമില്ലെങ്കിൽ, ഉപാധിയില്ലെങ്കിൽ എങ്ങനെ അവന് അനുഭവങ്ങൾ അനുഭവിക്കാൻ പറ്റും? അപ്പൊ പിന്നെ ഈ ബോധ മനസ്സ് അവര് പറയുന്നത് സ്വർഗത്തിൽ എത്തിക്കഴിഞ്ഞാൽ ഒരു ശരീരം എടുക്കുന്നതാണ്. അപ്പൊ പിന്നെ പുനർജന്മം നിങ്ങൾ അംഗീകരിക്കില്ലേ? ഹിന്ദുമതം പഠിപ്പിക്കുന്ന പുനർജന്മം ഉണ്ടെന്ന് നിങ്ങൾ അംഗീകരിക്കുകയാണ്. ഞാൻ അതിലേക്ക് കടക്കുന്നില്ല, ആ വിഷയം വേറെയാണ്. ഞാൻ പറഞ്ഞു വരുന്നത് അത് കുറച്ചുകൂടി മനസ്സിലാക്കേണ്ടതുണ്ട്. നാം നമ്മുടെ ബോധ മനസ്സിനെ കുറിച്ച് പഠിക്കണം. അപ്പൊ നമുക്ക് മനസ്സിലാവും, ബോധ മനസ്സെന്ന് പറയുന്നത് വൈവിധ്യങ്ങളായ ചിന്തകളുണ്ട്, നമുക്ക് ബുദ്ധിപരമായ ചിന്തകളുണ്ട്, പലതിനെ കുറിച്ചുള്ള അറിവുണ്ട്, പല കഴിവുകളുണ്ട്. നിങ്ങളിപ്പം പലതിൽ എക്സ്പെർട്ട് ആയിരിക്കും. ചിലര് വണ്ടി ഓടിക്കാൻ എക്സ്പെർട്ടാണ്, ചിലര് ഇലക്ട്രോണിക്സ്, ചിലര് മെക്കാനിക്കൽ, ചിലര് സിവിൽ, ചിലര് ലോയർ ആയിരിക്കാം, ചിലര് ഡോക്ടേഴ്സ് ആയിരിക്കും. പല പല മേഖലകളിൽ, പല ഫീൽഡിൽ നിങ്ങൾ എക്സ്പെർട്ട് ആയിരിക്കാം. ആ അറിവുകളും ആ കഴിവുകളൊക്കെ നിങ്ങളുടെ ബോധ മനസ്സിലുണ്ട്. അതിന് നമ്മൾ ഇന്റലക്ട് എന്ന് പറയും. നിങ്ങളിൽ പല വികാരങ്ങളുണ്ട്, ചിന്തകളുണ്ട്. ആ വികാരങ്ങളെ നമ്മൾ ഇമോഷൻസ് എന്ന് പറയും.
അപ്പൊ നമ്മളിൽ വികാരത്തിന്റെയും അറിവിന്റെയും ഒക്കെ ചിന്തകള് ഈ ബോധമനസ്സിൽ നിറഞ്ഞു നിൽക്കുകയാണ്. അപ്പൊ ആ ബോധമനസ്സിനെ ശരിക്കും നമ്മളൊന്ന് മനസ്സിലാക്കിയാൽ, അതെങ്ങനെയാ മനസ്സിലാക്കുക? ഗുരുക്കന്മാരിലൂടെ, ശാസ്ത്രങ്ങളിലൂടെ അല്പം നിങ്ങളൊന്ന് സാധന ചെയ്യാൻ, തപസ് ചെയ്യാൻ, നിങ്ങൾ കണ്ണടച്ച് നിങ്ങളിലേക്ക് നോക്കാൻ തയ്യാറാണ്. നിങ്ങളൊന്ന് സംയതേന്ദ്രിയ, കൃഷ്ണൻ ഇവിടെ പറയണം, സംയതേന്ദ്രിയ. ആരാണോ ഇന്ദ്രിയങ്ങളെയൊക്കെ നടച്ച് അവനവനിലേക്ക് നോക്കാൻ ശ്രമിക്കുന്നത്, അവരവർക്ക് ആ ബോധ മനസ്സിനെ കാണാം. എന്തിനാ കണ്ടിട്ട്? ആ ബോധ മനസ്സ് നിൽക്കുന്നത് മുഴുവൻ അപാര ശക്തിയുള്ള ബോധത്തിലാണ്, സ്വതന്ത്രമായ ബോധത്തിലാണ്. ഈ വാക്ക് നിങ്ങൾ ശ്രദ്ധിക്കണം. പലരും മനസ്സിലാക്കാതെ പോകുന്ന ഒരു വാക്കാണ് ബോധം, കോൺഷ്യസ്നസ്, അവയർനെസ്. ഈ ബോധത്തിലാണ്, ബോധമുള്ളത് കൊണ്ടാണ് നിങ്ങൾ സുഖമറിയുന്നത്, ദുഃഖമറിയുന്നത്. നിങ്ങൾ നോക്കൂ, നിങ്ങളതല്ലേ പറയാ, എനിക്ക് വല്ലാത്ത മനോവിഷമം. എങ്ങനെ അറിയാം? ബോധമുണ്ട്. എനിക്ക് വളരെ സന്തോഷം തോന്നും. എങ്ങനെ അറിയാം? ബോധമുണ്ട്. അപ്പൊ ബോധത്തിലല്ലേ സുഖദുഃഖങ്ങൾ ഇരിക്കുന്നത്? ഞാൻ ഈ ചെയ്യുന്ന കാര്യത്തെക്കുറിച്ച് എനിക്ക് ബോധത്തോടു കൂടിയിട്ടാണ് ചെയ്യുന്നതെന്നൊക്കെ രാഷ്ട്രീയക്കാർ പ്രസംഗിക്കുന്നത് കേട്ടില്ലേ? വളരെ ബോധത്തോടു കൂടിയിട്ടാണ് ഞാൻ ഇത് ചെയ്തതെന്ന്. അപ്പൊ അവർക്കും ബോധമുണ്ട്. അപ്പൊ എല്ലാം ബോധത്തിലാണെങ്കിൽ ആ ബോധത്തെ നാം ഒന്ന് പരിശോധിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഒന്ന് പഠിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ ആ ബോധം സ്വതന്ത്രമാണ്. മനസ്സിലായില്ല? ആ ബോധത്തെ നിങ്ങൾക്ക് നല്ല ചിന്തകളിലേക്ക് തിരിച്ചുവിടാൻ കഴിവുണ്ട്. സ്വതന്ത്രമായതൊരിക്കലും ഒന്നിലും കുരുങ്ങിക്കിടക്കുന്നില്ല. വളരെ ശ്രദ്ധിക്കണം ഈ വാക്ക്. ഒരാൾ വിഷമിക്കുന്നു, ഒരാൾ അസ്വസ്ഥനാണ്. എന്തുകൊണ്ട്? അയാളുടെ ആ അസ്വസ്ഥ ചിന്തകളിൽ അയാൾ കുരുങ്ങിക്കിടക്കാൻ, അയാൾക്ക് അന്ന് പുറത്തു കിടക്കാൻ പറ്റുന്നില്ല. അഡിക്ഷൻ വന്ന ആളുകൾക്ക് അതിൽ നിന്ന് പുറത്തു കിടക്കാൻ പറ്റില്ല. പക്ഷെ അവരുടെ ബോധം സ്വതന്ത്രമാണ്. എങ്ങനെ മനസ്സിലായി? അവരെ കൊണ്ട് നിങ്ങൾ നിരന്തരം ഒന്ന് സാധന ചെയ്യിക്കുകയാണെങ്കിൽ അവർക്ക് അവരുടെ ആ ഒരു ദുർബല ചിന്തകളിൽ നിന്നും പുറത്തു കിടക്കാം. നമ്മുടെ ബോധത്തിലേക്ക് നല്ല ചിന്തകൾ കൊണ്ടുവരാനുള്ള സ്വാതന്ത്ര്യം. നിങ്ങൾ കണ്ടില്ലേ, പല ആൾക്കാരും ഡി അഡിക്ഷൻ സെന്ററിൽ പോയിട്ട് മാറ്റങ്ങൾ വരുന്നത്? അപാര മദ്യപാനികളായിട്ടുള്ള ആളുകൾ പിൽക്കാലത്ത് അതിൽ നിന്നൊക്കെ പുറത്തു കടന്ന്, സ്മോക്ക് ചെയ്ത് ജീവിതം തൊലച്ചു കളഞ്ഞ് അതിൽ നിന്ന് പുറത്തു കടന്ന്, അന്ധമായ രാഷ്ട്രീയത്തിൽ നിന്ന് പുറത്തു കടന്ന ആളുകൾ, അന്ധമായ വിചാരത്തിൽ നിന്ന് പുറത്തു കടന്ന ആളുകൾ നിങ്ങൾ കണ്ടിട്ടില്ലേ? ഇത്രയും കാലം അവർ കൊണ്ടു നടന്ന വിശ്വാസങ്ങളെയൊക്കെ മാറ്റിയിട്ട് അവർ പുതിയൊരു തലത്തിലേക്ക് അവരുടെ ചിന്തകളെ കൊണ്ടുവന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സ്വാതന്ത്ര്യം ബോധത്തിലുള്ളത് കൊണ്ടല്ലേ. ബോധമല്ലാതെ എവിടുന്നാണ് നമുക്ക് ആ സ്വാതന്ത്ര്യം കിട്ടിയത്? നമ്മുടെ ചിന്തകൾ അതിൽ കൺഫൈൻഡ് ആയിരുന്നെങ്കിൽ, അതിൽ കുരുങ്ങിക്കിടക്കുകയായിരുന്നെങ്കിൽ നമുക്കെങ്ങനെ പുറത്തു കിടക്കാൻ സാധിക്കും? അതും തന്നെ മനസ്സിലാക്കിക്കൂടെ ബോധം ഒരിക്കലും ഒന്നിലും കുരുങ്ങിക്കിടക്കുന്നില്ല എന്നുള്ളത്. അപ്പൊ ഒരിക്കലും നാം വിചാരിക്കരുത് നമ്മൾ ദുർബലരാണ്, ഞാൻ വളരെ ദുർബലനാണ്, ഞാൻ വളരെ വീക്കാണ്, അയ്യോ എനിക്കൊന്നിനും ഒരു ശക്തിയില്ല, എനിക്ക് കോൺസെൻട്രേഷൻ ഇല്ല, എനിക്ക് പവറില്ല. പക്ഷെ നിങ്ങൾ എന്തെങ്കിലും ശീലങ്ങൾ നിരന്തരം ശീലിച്ചു കഴിഞ്ഞാൽ, എനിത്തിങ് നമ്മൾ റിപ്പീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിലേക്ക് തന്നെ നമ്മുടെ ബോധം, നമ്മുടെ ശ്രദ്ധ കൂടുതൽ ഫോക്കസ് ചെയ്ത് പിന്നെ ആ ചിന്തകളിൽ നമുക്ക് പുറത്തു കടക്കാൻ പറ്റാതെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ പറയും ഞാൻ ദുർബലനാണ്. എങ്കിലും മനസ്സിലാക്കണം, നിങ്ങൾക്ക് ആ ദുർബലാവസ്ഥയിൽ നിന്നും പുറത്തു കടക്കാൻ പറ്റും. ഒരു രത്നാകരിൽ നിന്ന് വാത്മീകിയിലേക്കുള്ള പ്രയാണം, അസത്തിൽ നിന്നും സത്തിലേക്കുള്ള പരിണാമം, ജ്യോതിസിലേക്കുള്ള പ്രയത്നത്തിലൂടെ മാറ്റം, മൃത്യുവിൽ നിന്നും അമൃതത്വത്തിലേക്കുള്ള ഒരു യാത്ര സാധ്യമാണ്. അപ്പം ബോധത്തെ നമുക്ക് ഉപയോഗിക്കണം. ബോധത്തെ നമുക്ക് പരിശീലിപ്പിച്ചുകൊണ്ട് നമ്മുടെ പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരം. അതെന്താണ്? ഉള്ളിൽ ആത്മശക്തി നേടുക, ആത്മബലം നേടുക. എന്താണ് ഈ ആത്മശക്തി? നിങ്ങൾ സാധനാനുഷ്ഠാനത്തിലൂടെ രാവിലെ കൃത്യമായി എണീക്കുന്നു വിചാരിക്കുക. ഒരു ശീലമുണ്ടാക്കുക, കൃത്യമായി എണീക്കുന്ന ശീലം. ഒരു 5-നോ 5:30-ക്കോ. എനിക്ക് അച്ഛനമ്മമാരോട് പറയാനുള്ളത്, കുട്ടികളെ ശീലിപ്പിക്കണം. കാരണം എന്താ വെച്ചാൽ ഈ 5 മണിക്കോ 5:30-ക്കോ നിങ്ങൾ കൃത്യം ഒരു സമയത്ത് എണീറ്റ് ശീലിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ബുദ്ധിയിൽ ഒരു ചിന്ത ഉറപ്പിക്കുകയാണ്, എനിക്ക് 5 മണിക്ക് എണീക്കാൻ പറ്റും. അപ്പൊ അങ്ങനെ ഒരു ശീലം ഡെവലപ്പ് ചെയ്യുമ്പോഴെന്തായി? എനിക്ക് 5 മണിക്ക് എണീക്കാൻ പറ്റും, 5 മണിക്ക് എണീക്കാൻ പറ്റും എന്നൊരു കോൺഫിഡൻസ്, ഒരു ശക്തി നമ്മളിൽ രൂപപ്പെടുകയാണ്. ഞാൻ പറയണത് വളരെ ശ്രദ്ധിക്കണം. എനിത്തിങ് വി പ്രാക്ടീസ്, അത് നമ്മളിൽ ശക്തിയായിട്ട് മാറും. എന്നാൽ ഏതെങ്കിലും ഒന്ന് നമ്മൾ അടിമത്വത്തിൽ ജീവിച്ചാൽ നാം ദുർബലരായി മാറും. അനാവശ്യമായി മൊബൈലിന്റെ അകത്തിരുന്ന് ഗെയിമും കളിച്ച് അത് ബുദ്ധി വളർത്തുകയല്ല ചെയ്യുന്നത്, അത് ബുദ്ധിയെ തളർത്തുകയാണ്. എന്നാൽ കൃത്യനിഷ്ഠമായി എണീക്കുമ്പോൾ
അവന്റെ ബുദ്ധി ഉണരും. ഞാൻ കണ്ടവനുണ്ടാക്കിയ കളിയുടെ ആപ്പിലിരുന്ന് ഞാൻ കളിക്കണോ? എനിക്ക് എന്തുകൊണ്ട് സ്വന്തമായ ഒരു ആപ്പ് ഉണ്ടാക്കിക്കൂടാ? ഞാനൊരു അനുഭവം പറയണേ. ഒരു അടുത്ത ദിവസം നടന്നൊരു അനുഭവം. ഒരു അമ്മ അവരെ മകനെ കൊണ്ടുവന്ന് എൻ്റെ അടുത്ത്. അപ്പൊ മകൻ ഇങ്ങനെ ഈ ഇന്റർനെറ്റ്, അതായത് മൊബൈലിൽ ഗെയിമിൽ അങ്ങനെ കുരുങ്ങി കിടക്കുകയാണ്. അച്ഛൻ്റെയും അമ്മയുടെയും കാർഡിലെ പൈസ വരാൻ കുറെ ചെലവഴിച്ചു. ഈ അച്ഛനും അമ്മയും പറയും, ഞങ്ങൾക്ക് സമൂഹത്തിൽ പറയാൻ പറ്റില്ല സ്വാമി, ആത്മഹത്യ ചെയ്താൽ മതി തോന്നിയിട്ട്, മക്കൾ വേണ്ടാന്ന് തോന്നിയൊരു നിമിഷം. കാരണം ഇത്ര അവൻ ഞങ്ങൾക്കൊരു വേദനയായി തീർന്നു. എന്ത് ചെയ്യാൻ പറ്റും? ആരോട് പറയാൻ പറ്റും? ഈ ഓൺലൈൻ ക്ലാസ്സുകളിൽ ഉണ്ടാക്കിയ പ്രശ്നമാണ്. കാരണം ഇവരെന്ത് വെച്ചാൽ ഈ ട്യൂഷൻ ടീച്ചർക്കൊക്കെ കാശ് കൊടുക്കണം ഓൺലൈനിൽ കൂടെ ആയതുകൊണ്ട് ഈ കാർഡ് അതിലേക്ക് ലോക്ക് ചെയ്തിരുന്നു. അവൻ അത് മനസ്സിലാക്കിയിട്ട് അതിന്റെ ഒ ടി പി വരുന്ന സമയത്ത് അവൻ അറിയാം എന്താണ് ചെയ്യേണ്ടതെന്ന്. അവൻ അതൊക്കെ ഉപയോഗിച്ച് ഒരുപാട് പൈസ ഗെയിമിലേക്ക് ഇറക്കി. അവൻ എൻ്റെ അടുത്ത് വന്നപ്പോ തന്നെ ആകെ അവൻ പ്രശ്നത്തിലാണ്. കാരണം എന്നോടൊരക്ഷരം മിണ്ടാൻ തയ്യാറില്ല. കാരണം അവൻ മനസ്സിലാക്കി ഞാൻ അവനെ ഉപദേശിക്കാൻ പോവാണ്. ഞാൻ അവനോട് പറഞ്ഞു, ഇപ്പൊ നീ അച്ഛൻ്റെ അമ്മയും കാശ് ചെലവഴിച്ചിട്ടാണ് കളിക്കുന്നത്. നിനക്ക് ഞാൻ കാശുണ്ടാക്കുന്ന വിധത്തിൽ കളി പറഞ്ഞുതരാം. നീ ഇപ്പം ചെയ്യുന്ന കളിയെ കാശ് പോകുന്ന കളിയല്ലേ? കാശുണ്ടാക്കുന്ന കളി എനിക്കറിയാം, ഞാൻ കളിക്കാറുണ്ട്. അവന്റെ ഭാവം മാറി. എന്നെ അവൻ ഒരു നോട്ടുണ്ട്, ഇങ്ങനെയൊരു മനുഷ്യൻ. അവൻ വിചാരിച്ച സ്വാമിയെ അല്ല എന്നുള്ള രീതിയിൽ. അവൻ സ്വാമി എന്നൊക്കെ വിചാരിച്ചു കഴിഞ്ഞാൽ വളരെ ഗൗരവത്തോടുകൂടി ഓം ശാന്തി ശാന്തി എന്നൊക്കെ പറയുന്ന ഒരു ഗൗരവക്കാരനായിട്ടാകട്ടെ. ഞാൻ പൈസ ഉണ്ടാക്കുന്ന ഗെയിം ചെയ്യുന്നു എന്ന് പറഞ്ഞപ്പോ അവൻ എന്നോട് പറഞ്ഞു, സ്വാമി ബ്ലഫ് അടിക്കരുത്, നിങ്ങൾ ഭാഗവതൊക്കെ നടത്താറുള്ളൂ, ഞാൻ കാണാറുണ്ട്, അമ്മ അവിടെ നിന്ന് കാണാറുണ്ട്, നിങ്ങൾ ഇങ്ങനെ എന്നെ പറ്റിക്കൊന്നും വേണ്ട, ഞാൻ അങ്ങനെ അഡിക്റ്റഡ് ഒന്നുമില്ല, ഞാൻ അങ്ങനെ പൈസ തരും. അവൻ അതിനെ ന്യായീകരിക്കാൻ തുടങ്ങി. ന്യായീകരണം പിന്നെ കേരളത്തിന്റെ ഒരു സ്വഭാവമാണല്ലോ, മൊത്തത്തിൽ അങ്ങനെയാണല്ലോ, ഹോൾസെയിൽ എടുത്തിരിക്കുക നമ്മള്. ഞാൻ പറഞ്ഞു, സത്യസന്ധമായി പറയണം, നുണ പറയല്ല. നമുക്ക് പൈസ ഉണ്ടാക്കുന്ന ഗെയിമുണ്ട്, നിനക്ക് താല്പര്യമുണ്ടോ ആദ്യം? അപ്പൊ പറഞ്ഞു താല്പര്യമുണ്ട്. പറഞ്ഞു ആദ്യം നമ്മൾ ആ ഗെയിം ഡെവലപ്പ് ചെയ്യാനുള്ള ഒരു ടീമിനെ ഞങ്ങൾ ഡെവലപ്പ് ചെയ്തോണ്ട് ഇരിക്കുകയാണ്. ആ ഗെയിം ഓൾറെഡി ആയി, നിനക്ക് ആ ടീമിൽ ഉണ്ടെങ്കിൽ മാത്രമേ പൈസ കിട്ടുള്ളൂ. അല്ലെങ്കിൽ നീ ഒരു ഗെയിം കളിക്കുന്ന ഒരാളായി മാറും. അപ്പൊ നിനക്ക് കളിക്കുകയും ചെയ്യാം, ആ ഗെയിം ഡെവലപ്പ് ചെയ്യുകയും ചെയ്യാം. രണ്ട് കാര്യങ്ങളാണ്. ഒന്ന് ഡെവലപ്പറും ആവാം, പ്ലേയും ചെയ്യാം. അപ്പൊ അവന് തോന്നി എനിക്ക് എന്തോ ഇതിലൊരു അറിവുണ്ടോ എന്നൊരു സംശയം. സത്യത്തിൽ എനിക്ക് എട്ടും പൊട്ടും അറിയില്ല അതില്. ഞാൻ അടിച്ചു വിട്ട, എനിക്ക് ആ തോന്നിയ സമയത്ത് അവന്റെ കണ്ണിൽ നോക്കി ഇങ്ങനെ പറയാൻ തോന്നി. അപ്പൊ അവൻ ഇങ്ങനെ എന്റെ കണ്ണിലേക്ക് നോക്കിയിട്ട് പറഞ്ഞു, ഞാൻ റെഡിയാണ്. ഞാൻ പറഞ്ഞു, 1 മാസം നീ മൊബൈൽ തുടരുത്. കാരണം നിന്റെ ബുദ്ധി അത്രയും ഷാർപ്പാണെങ്കിലേ നിനക്ക് ഇതുപോലെ ഗെയിം ഡെവലപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. ആ ഗെയിം ഡിമാൻഡ് ഉണ്ടെങ്കിലേ പൈസ കിട്ടുള്ളൂ. അപ്പൊ അങ്ങനെ ഡെവലപ്പ് ചെയ്യണമെങ്കിൽ നീ നിന്റെ ശീലം ഒന്ന് മാറ്റണം. അവൻ പറഞ്ഞു, ഞാൻ റെഡിയാണ്. ഞാൻ പറഞ്ഞു, 20,000 30,000 രൂപയാ മാസം നിനക്ക് കിട്ടാൻ പോകുന്നത്. അവൻ ഭയങ്കര എക്സൈറ്റഡ് ആയി കുറച്ച് കഴിഞ്ഞപ്പോ. അങ്ങനെ അവനോട് പറഞ്ഞു, രാവിലെ എണീക്കണം, ഓങ്കാരം ചൊല്ലണം, ഇത്ര ഈ മന്ത്രങ്ങളൊക്കെ ചൊല്ലണം. രാവിലെ എണീറ്റ് ഒരു 10-11 പ്രാവശ്യം ദീർഘ ഓങ്കാരമൊക്കെ ചൊല്ലി അമ്മേ നാരായണ ദേവി നാരായണ 108 പ്രാവശ്യം ജപിച്ചാൽ മതി. അതൊക്കെ പറഞ്ഞു കൊടുത്തു. എന്നിട്ട് ഞാൻ പറഞ്ഞു, 1 മാസം കഴിഞ്ഞിട്ട് നീ എൻ്റെ അടുത്ത് വരണം. ഒരു 15 ദിവസം കഴിഞ്ഞിട്ട് നീ ഡെവലപ്മെന്റ് അറിയിക്കണം. ഒരു 10 ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ അവന്റെ അമ്മ പറഞ്ഞു, അവൻ ചിലപ്പോൾ ചെയ്യും ചിലപ്പോൾ ചെയ്യില്ല. കാരണം മനസ്സിനെ അങ്ങനെ സംയതേന്ദ്രിയ നിയന്ത്രിക്കൽ എളുപ്പമല്ല. കാരണം ഒരു ശീലങ്ങൾ ഉണ്ടാക്കി വെച്ചാൽ ആ ശീലങ്ങൾ പെട്ടെന്ന് മാറ്റാൻ പറ്റില്ല. മറക്കുമോ മനുഷ്യനുള്ള കാലം, അറിയാലോ, കാരാസ്കരത്തിൻകൊരു പാലിലിട്ടാൽ കാലാന്തരെ കയ്പു ശമിപ്പതുണ്ടോ എന്ന് പറഞ്ഞപ്പോ ആ കുട്ടിയോട് ഞാൻ പറഞ്ഞു, വീണ്ടും അവന്റെ അമ്മയോട് പറഞ്ഞു, നോക്കൂ, നിനക്ക് വരുമാനം കിട്ടുന്നതാണ്, ഇപ്പൊ നീ അത് ചെയ്താൽ 20,000, പിന്നെ അതിന്റെ ഡിമാൻഡ് കൂടുന്തോറും ലക്ഷങ്ങളാണ്. ഈ കുട്ടിക്കാലത്ത് തന്നെ അവൻ 9ലെത്തിയാ പഠിക്കുന്നത്. ലക്ഷങ്ങളായിരിക്കും നിനക്ക് വരുമാനം. അവൻ എങ്ങനെങ്കിലുമൊക്കെ എണീറ്റ് അമ്മയോട് പറയും, ഒന്ന് എണീപ്പിക്കണം, എന്നിട്ട് ഉറക്കം തൂങ്ങും. കാരണം ഈ മനസ്സങ്ങനെ അത്ര അജിറ്റേറ്റഡ് ആണ്. ഉള്ളിലുള്ള ചിന്തകളെ നശിപ്പിക്കൽ അത്ര എളുപ്പമല്ല. ഈ സ്വർഗത്തിലേക്കൊക്കെ റിക്രൂട്ട് ചെയ്യുന്ന ആളുകളോടൊക്കെ എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ സ്വർഗത്തിലെത്തിയാലും നിങ്ങൾക്കൊന്നും ആസ്വദിക്കാൻ പറ്റില്ല. കാരണം നിങ്ങളുടെ മനസ്സ് മുഴുവൻ അസ്വസ്ഥമാണെങ്കിൽ നിങ്ങൾ ഊട്ടിയിലും കൊടൈക്കനാലും ഇനി കുലു മനാലിയിലും ഇന്ത്യയിൽ തന്നെ നല്ല നല്ല സ്ഥലങ്ങളുണ്ടല്ലോ, ഇനി ബീച്ചിലൊക്കെ പോയി നോക്കൂ, നിങ്ങൾക്ക് എന്ത് ആസ്വദിക്കാൻ പറ്റും നിങ്ങൾ നോക്കൂ. അപ്പൊ മനസ്സ് കലുഷിതമാണെങ്കിൽ, മനസ്സ് അസ്വസ്ഥമാണെങ്കിൽ ആ ചിന്തകൾ അവിടെ ഉള്ളിടത്തോളം കാലം നിങ്ങൾക്ക് എന്ത് ആസ്വദിക്കാൻ പറ്റും? നമുക്ക് പല്ലുവേദനയുള്ള ഒരാൾക്ക് നിങ്ങൾ നല്ല ബിരിയാണി കൊടുത്തു കഴിഞ്ഞാൽ അയാൾക്കത് ആസ്വദിക്കാൻ പറ്റും. പല്ല് മുഴുവൻ വേദനയാണ്, എന്ത് ആസ്വദിക്കാൻ പറ്റും? പനിച്ചങ്ങനെ തളർന്നിരിക്കുന്ന ഒരാൾക്ക് നിങ്ങൾ അമൃത് കൊണ്ടു കൊടുത്തിട്ട് എന്താ കാര്യം? ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പൊ നമ്മുടെ മാനസികാവസ്ഥ അത് ശരിയല്ലെങ്കിൽ നമുക്കൊരു ജീവിത ആസ്വാദനവുമില്ല.
അപ്പൊ ഞാൻ ഇവനോട് പറഞ്ഞു, നീ വിടരുത്, നീ ചെയ്തുകൊണ്ടിരിക്കണം, കാരണം പണം, വരുമാനം. ഇവൻ ആ ഒരൊറ്റ പോയിന്റ് അത് ചെയ്യാൻ തുടങ്ങി. ഇപ്പൊ ഒരു മാസം ആവാറായി. ഇപ്പൊ ഞാൻ വിചാരിക്കും ഇനിയിപ്പോ ഇവൻ ചോദിക്കണേ എന്താണ്, ഏതാ ടീം എന്ന് പറഞ്ഞാല് ഞാൻ ഉത്തരമില്ലല്ലോ. നോക്കണേ, ഈശ്വരാധീനം എന്ന് പറയുന്നത്. ഈശ്വരാധീനം എന്ന് പറയുന്നത് പലപ്പോഴും ഇങ്ങനെയൊക്കെയാണ്. കഴിഞ്ഞ ദിവസം എൻ്റെ അടുത്ത് നമ്മുടെ മുൻ സിനിമാ ഡയറക്ടർ വിജി തമ്പി സാർ വരെയുണ്ടായി. അപ്പൊ ഒരു ദിവസം എൻ്റെ കൂടെ താമസിച്ചു. അപ്പൊ ഞാൻ ഈ ഒരു കഥ വിജി തമ്പി സാറോട് പറഞ്ഞിട്ട് പറഞ്ഞു, അങ്ങേക്ക് അറിയുന്ന വല്ലവരുണ്ടെങ്കിൽ എനിക്കൊന്ന് പറഞ്ഞു തരണം, കാരണം എന്റെ വാക്കുകൾ കളവായി തീരരുതെന്ന് എനിക്കൊരു ഉറപ്പുണ്ട്. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഞങ്ങൾ ഓൾറെഡി ടീമിനെ ഇറക്കിക്കഴിഞ്ഞു. നമ്മുടെ മഹാഭാരതത്തെയും ഭാഗവതത്തെയും ഒക്കെ വെച്ചുകൊണ്ട് ഗെയിം ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി രാമായണത്തേക്ക് ബേസ് ചെയ്തിട്ട് ടീം ഇറക്കിക്കഴിഞ്ഞു. എനിക്കൊരു വലിയൊരു ഒരു ഉള്ളിലൊരു വിസ്ഫോടനം, ജ്ഞാനം, ശ്രദ്ധാവല്ലഭതേ. ആ ശ്രദ്ധയോടുകൂടി ഞാനത് പറഞ്ഞപ്പോ എനിക്ക് സത്യത്തിൽ അതിനെക്കുറിച്ച് ഒരു കൺവിക്ഷൻ ഇല്ലെങ്കിലും ഇപ്പൊ അതിനൊരു വഴി എനിക്കിപ്പോ ആ കുട്ടിയോട് പറയാൻ സാധിക്കും, നീ വിഷമിക്കേണ്ട, നീ ചെയ്തുകൊണ്ടിരിക്കൂ, ഇങ്ങനൊരു സംഭവം ഉണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്ന വെച്ചാൽ ആ അഡിക്റ്റഡ് മൈൻഡിനെയും നമുക്ക് പുറത്തു കൊണ്ടുവരാൻ സാധിക്കും. അതിന് അവര് തന്നെ പ്രയത്നിക്കണം. നമുക്ക് വഴി കാണിച്ചു കൊടുക്കാനേ പറ്റുള്ളൂ, നമുക്ക് മാർഗം പറഞ്ഞു കൊടുക്കാനേ പറ്റുള്ളൂ. അവരതിനു വേണ്ടി പരിശ്രമിക്കണം. അപ്പൊ അതുകൊണ്ട് ശ്രദ്ധ എന്ന വാക്ക് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇവിടെ എന്താ ശ്രദ്ധ? ഇവിടെ അവരെ സംബന്ധിച്ച് ശ്രദ്ധ എന്ന് പറയുന്നത് ഒരു അറിവുള്ള ഒരാൾ പറഞ്ഞു. എനിക്കപ്പോ അദ്ദേഹത്തിന്റെ വിചാരം എനിക്കതിൽ കൺവിക്ഷൻ ഉണ്ടെന്നാണ്. ഞാൻ പറഞ്ഞ വാക്കിൽ അങ്ങനെ വിശ്വസിച്ചു. ഇനി രണ്ടാമത്തത്, അത് സത്യവുമാണ്. കാരണം ഇങ്ങനെ ഓരോരുത്തരും ഡെവലപ്പ് ചെയ്ത ഗെയിമാണല്ലോ അവർ കളിക്കുന്നത്. ഞാൻ ആകാശത്തിനപ്പുറത്തുള്ള ഒരു സ്വർഗത്തിൽ പോയാൽ ഇത് കിട്ടും, അവിടെ പോയാൽ പരമസുഖം കിട്ടും എന്നല്ല പറയുന്നത്. ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുമ്പോൾ നിനക്കും സമ്പാദിക്കാൻ പറ്റും. അപ്പൊ അവന് മനസ്സിലായി ഇത് പലരും ഡെവലപ്പ് ചെയ്ത ഗെയിമാണ് ഇപ്പൊ കുട്ടികൾ കളിച്ചുകൊണ്ടിരിക്കണമെങ്കിൽ വൈ കാൺ വി ഡെവലപ്പ് ഇറ്റ്? ആ ഒരു ചിന്ത അവന്റെ ഉള്ളിൽ വന്നു. ഇങ്ങനെ ഒരു 1-2 ചിന്തകളിലേക്ക് അവരെ തിരിച്ചുവിട്ടപ്പോൾ വരുമാനം, അതുപോലെ ഗെയിം ഡെവലപ്പ് ചെയ്യാൻ സാധിക്കും, അതിനുള്ള കഴിവ് നിനക്കുണ്ട്, അതിനുള്ള സാമർഥ്യം നിനക്കുണ്ട്. അപ്പൊ അങ്ങനെ ഉള്ള ഒരാള് വരുമാനം അതിലൂടെ കിട്ടും എന്നൊക്കെ പറയുമ്പോ അയാൾ അതിലേക്ക് ഒന്ന് ശ്രദ്ധ വെച്ചപ്പോൾ ആ ഒരു തലത്തിലേക്ക് എത്താൻ അവർ കുറെ സാധനകൾ അനുഷ്ഠിക്കുകയാണ്. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ കൃത്യനിഷ്ഠ, അനുഷ്ഠാനം, ഈ 2 വാക്കുകളെയാണ് നാം പിടിവിടാതെ കൊണ്ട് നടക്കേണ്ടത്. അപ്പൊ നമുക്ക് ക്രമേണ ഉള്ളിലേക്കുള്ള നമ്മുടെ ശ്രദ്ധ കൂടും. ഉള്ളിലേക്കുള്ള ശ്രദ്ധ കൂടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിരീക്ഷണം. ശ്രദ്ധയുടെ ആദ്യത്തെ ഭാഗമാണ് നിരീക്ഷണം, ആത്മനിരീക്ഷണം. അവനവനെ തന്നെ നിരീക്ഷിക്കുക. എന്ത് ആത്മനിരീക്ഷണം എന്ന് പറഞ്ഞാൽ അവനവന്റെ ബോധസത്ത സ്വതന്ത്രമാണ്. ആ ബോധസത്ത ഉപയോഗിച്ചുകൊണ്ട് എന്റെ ചിന്തകളെ എനിക്ക് മാറ്റിയെടുക്കാൻ സാധിക്കുമ്പോൾ, നല്ല ചിന്തകൾ എന്റെ മനസ്സിൽ രൂപപ്പെടുമ്പോൾ, അതിനുവേണ്ടി ഞാൻ നിരന്തരം പ്രയത്നിക്കുമ്പോൾ, ആ പരിശ്രമത്തിൽ എന്റെ മനസ്സിൽ രൂപപ്പെടുന്ന ശക്തി, എന്റെ മനസ്സിൽ രൂപപ്പെടുന്ന കഴിവ്, അതാണ് എന്റെ ദൗർബല്യത്തെ മറികടക്കാൻ എന്നെ സഹായിക്കുന്നത്. അപ്പോ നല്ല പ്രവൃത്തി, നല്ല സ്മരണകൾ, നമ്മളിൽ നല്ല ചിന്തകൾ ഉണ്ടാകും. ഇത് ഭാവയതി തത് ഭവതി. നിങ്ങൾ നല്ലതിനെ ചിന്തിച്ചാൽ നിങ്ങൾ നല്ലതാവും. ഭാഗവതത്തിൽ ഒരു കഥയുണ്ട്. അതായത് ഈ വേട്ടാളൻ എന്ന് പറയുന്ന ഒരു സാധനം, ചുമരിലൊക്കെ നിങ്ങൾ മണ്ണിന്റെ ഒരു കൂട് കാണും. പ്രത്യേകിച്ച് നമ്മുടെ ജനവാതിലിന്റെ ഒക്കെ ഇടയിലോ അല്ലെങ്കിൽ ചുമരിലൊക്കെയാണ് അധികം കാണാം. പണ്ടത്തെ ഈ കല്ല് കൊണ്ട് കെട്ടിയ, നമ്മുടെ നാടൻ കല്ലുകൊണ്ട് കെട്ടിയ വീട്ടിലൊക്കെ ധാരാളം കാണും. ഇപ്പൊ പിന്നെ നമ്മൾ പ്ലാസ്റ്ററും മറ്റു കുന്നങ്ങളൊക്കെ ഉപയോഗിച്ചോടുകൂടി അത് കുറഞ്ഞു. എന്നാലും ജനവാതിലിന്റെ ഒക്കെ സൈഡിൽ, മരത്തിന്റെ ജനവാതിലിന്റെ ഒക്കെ സൈഡിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും മണ്ണ് കൊണ്ട് ചെറിയ. അത് വേട്ടാളൻ എന്ന് പറയും നമ്മളങ്ങനെ. ആ വേട്ടാളനുണ്ടല്ലോ, ഏതോ ഒരു പൂമ്പാറ്റയുടെ അതിന്റെ ഒരു കുഞ്ഞിനെ, ഒരു പുഴുവിനെ, അല്ല വേട്ടാളന്റെ കുട്ടികളല്ല, അത് കൊണ്ടുവന്ന് ഈ കൂടിന്റെ അകത്തേക്ക് ഇട്ട് ആ കൂടിന് ഒരു ചെറിയ സുഷിരം മാത്രമേ ഉണ്ടാവുള്ളൂ. എന്നിട്ട് ഈ കുഞ്ഞിനെ അതിന്റെ അകത്താക്കി വേട്ടാളൻ എവിടെന്നെങ്കിലും പോയി കുറച്ച് ഭക്ഷണം കൊണ്ടുവരും, അതിന് കൊടുക്കും. ഈ ചെറിയ ആ പ്യൂപ്പ അല്ലെങ്കിൽ ആ പുഴു ഈ വേട്ടാളനെ അതിന്റെ ഇന്ദ്രിയത്തിലൂടെ കണ്ട് അവസാനം ഈ പുഴു ഒരു വേട്ടാളനായി തീരും. അത് ഒരു അത്ഭുതമാണത്. കുറെ കഴിഞ്ഞാൽ അതിൽ നിന്നൊരു വേട്ടാളൻ തന്നെയാണ് പുറത്തു വരുന്നത്. ഇതാണ് നമ്മുടെ പൂർവികർ പറയാ, സംസർഗാത് ഗുണദോഷോ ഭവന്തു. ഏതിനോട് നമ്മൾ കൂട്ടുകൂടുന്നോ അത് നമ്മൾ കുറെ കഴിഞ്ഞാലായിത്തീരും. അപ്പൊ നമുക്ക് നല്ല ഒരു സാധനാനുഷ്ഠാനമുള്ള വീടുകളാണ് വേണ്ടത്. അച്ഛനമ്മമാരെ അങ്ങനെ ഗൈഡ് ചെയ്യാൻ പറ്റുന്നവരാണെങ്കിൽ കുട്ടികൾ ഒരു കാലത്തും ഒന്നിനും അടിമകളാവില്ല. അവരെ തളർത്താൻ ആർക്കും സാധ്യല്ല. പക്ഷെ
നമുക്ക് അങ്ങനെയുള്ള അച്ഛനമ്മമാരില്ല. പണ്ടൊക്കെ 5 മണിക്ക് എണീറ്റ് കുട്ടികളെയും കൊണ്ട് അമ്പലത്തിൽ പോകുമ്പോൾ കഥകൾ പറഞ്ഞു കൊടുത്ത്, കുട്ടികൾക്ക് അമ്പലത്തിൽ പോകാൻ ഭയങ്കര ഇഷ്ടമാണ്. കാരണം അച്ഛൻ എന്തെങ്കിലുമൊക്കെ കഥ പറയും. അങ്ങനെ കഥ പറഞ്ഞ് കൊണ്ടുപോകുന്ന അച്ഛന്മാർ നമുക്കില്ലെന്ന്. രാവിലെ കൂർക്കം വലിച്ചുറങ്ങുന്ന അച്ഛന്മാരും രാവിലെ മുതൽ പ്രാരബ്ധം ചിന്തിക്കുന്ന അമ്മമാരൊക്കെ ഉള്ള വീടുകളിൽ എങ്ങനെ കുട്ടികൾ വഴിതെറ്റാതിരിക്കും? അപ്പൊ ആ കുട്ടികളുടെ കൂടെ വളരാൻ അച്ഛനമ്മമാർ ശ്രമിക്കുക. അമ്പലങ്ങളിൽ പോയി രാവിലെ കുട്ടികളുടെ കൂടെ ഇരുന്ന് നിങ്ങളൊരു 10-11 പ്രാവശ്യം ഓങ്കാരവും നിങ്ങൾ കണ്ണടച്ച് ഏതെങ്കിലും ഒരു മന്ത്രം അറിയില്ലെങ്കിൽ അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ അർത്ഥത്തോടു കൂടിയിട്ട് ഈ പ്രകൃതിയെ മുഴുവൻ അമ്മയായി കണ്ടുകൊണ്ട് നമ്മുടെ മനസ്സിനെ ദേവിയായി കണ്ടുകൊണ്ട്, കാരണം ആ ശക്തി ഉള്ളതുകൊണ്ടാണ് നമ്മൾ ജീവിക്കുന്നത്. നമ്മുടെ നല്ല ചിന്തകളെ, നമ്മുടെ ശക്തി, ആത്മശക്തിയെ ലക്ഷ്മിയായി കണ്ടുകൊണ്ട്, അതുപോലെ എല്ലാവർക്കും നന്മ ചെയ്യാൻ സാധിക്കുന്ന ആ ഒരു മനസ്സ്, അല്ലെങ്കിൽ ആ ഒരു കൂട്ടുകെട്ടിനെ, നല്ല കൂട്ടുകെട്ടുകളെ ഭദ്രമായി കണ്ടുകൊണ്ട്, അങ്ങനെ നല്ലതൊക്കെ എൻ്റെ ജീവിതത്തിൽ സംഭവിക്കണം എന്നുള്ളൊരു മനസ്സോട് കൂടിയിട്ട് നിങ്ങൾ നാമം ജപിച്ചു നോക്കൂ. ആ മനസ്സിൽ പരിവർത്തനങ്ങൾ ഉണ്ടായേ പറ്റുള്ളൂ. അങ്ങനെ പരിവർത്തനങ്ങളുള്ള മനസ്സിനൊരിക്കലും തളരാനോ മറ്റൊരാൾക്ക് തകർക്കാനോ സാധ്യമല്ല. എനിക്ക് അച്ഛനമ്മമാരോടൊക്കെ പറയാനുള്ളത്, ശ്രദ്ധാവാൻ ലഭതേ ജ്ഞാനം എന്ന വാക്കിന്റെ അർത്ഥം, ആരാണോ കുട്ടികളെ നല്ല കാര്യങ്ങളിലേക്ക് ശ്രദ്ധ കൊണ്ടുവരുന്നത് അവർക്ക് അവരെക്കുറിച്ചുള്ളൊരു ജ്ഞാനമുണ്ടാവും. എന്താണ്? എനിക്ക് പല പ്രശ്നങ്ങളെയും അഭിമുഖീകരിക്കാൻ പറ്റും. എന്നെ അങ്ങനെ ആർക്കും തളർത്താൻ സാധ്യമല്ല. എൻ്റെ ജീവിതത്തെ എനിക്ക് തന്നെ ഉയർത്തിയെടുക്കാൻ പറ്റും. ആ ജ്ഞാനമുണ്ടല്ലോ, തിരിച്ചറിവ്. ഇത് ജ്ഞാനം എന്ന് പറയുമ്പോണ്ടല്ലോ 2 അറിവാണ്. സ്കൂളിലും കോളേജിലും യൂണിവേഴ്സിറ്റികളിലൊക്കെ പഠിക്കുന്ന ഒരു അറിവ്. എന്നാൽ അറിവ് മാത്രമുള്ളത് കൊണ്ടാണ് ഇന്ന് എഞ്ചിനീയറും ഡോക്ടറും ആത്മഹത്യ ചെയ്യുന്നത്, പ്രണയത്തിന്റെ പേരിൽ വെടിയേറ്റ് മരിക്കുന്നത്, കോളേജുകളിൽ കുത്തേറ്റ് മരിക്കുന്നത്. ഇതൊക്കെ നിങ്ങൾ പത്രത്തിൽ വായിക്കുന്നതാണല്ലോ. ഇവരൊക്കെ വിദ്യാഭ്യാസമുള്ളവരാണ്, ജ്ഞാനമുള്ളവരാണ്. എന്നാൽ തിരിച്ചറിവില്ല. എൻ്റെ ജീവിതം ഇങ്ങനെ തൊലച്ചു കളയാനുള്ളതല്ല, എൻ്റെ ജീവിതം ജീവിക്കാനുള്ളതാണ്. അതിന് ഞാൻ എങ്ങനെ ജീവിക്കണം? അതിന് ആത്മശക്തി വേണം. ആത്മശക്തി ഉള്ളിടത്തേ മനുഷ്യന് മുന്നോട്ട് പോകാനുള്ള കരുത്തും സംതൃപ്തിയും സന്തോഷവുമുള്ളൂ. ദുർബലന്മാർക്ക് എവിടെയാണ് സുഖവും സന്തോഷവും? അതുകൊണ്ട് ദുർബലതയിൽ നിന്നും നമുക്ക് ആത്മശക്തിയിലേക്ക് ഉണരാൻ ഇവിടെ ഗീതയിൽ കൃഷ്ണൻ പറയുന്ന ശ്രദ്ധാവാൻ ലഭതേ ജ്ഞാനം എന്ന വാക്കുകൾ സ്മരിക്കാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം, പ്രണാമം. ഈ ഒരു ഗീത നിങ്ങളുടെയൊക്കെ ജീവിതത്തിൽ വളരെയധികം സ്വാധീനിക്കട്ടെ. എന്നും BV TV-യിലൂടെ ഭഗവത്ഗീത വൈകുന്നേരം സംപ്രേഷണം ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് അത് കാണാം. എല്ലാവരെയും BV TV-യിലേക്ക് ക്ഷണിക്കുകയാണ്. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം, പ്രണാമം. ഓം ശാന്തി ശാന്തി ശാന്തി. വേദവ്യാസ കവിത